والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله ما شاء الله كان لا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. والمالك الذي بلا آب وأم لا أكل لا شرب ولا نوم لهم تفصيل 10 منهم جبريل ميكال إسرافيل أزرائيل منكر نكير ورقيب وكذا عتيد مالك ورضوان اهتدى. കണ്ടില്ലേ, മദ്രസ എന്നൊക്കെ പഠിച്ചവർക്കൊക്കെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനും പഠിക്കാത്തവർക്ക് കാണാതെ പഠിക്കാനൊക്കെ ഉള്ള നല്ല അവസരമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ മലക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അവരുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവരിൽ നിന്ന് തഫ്സീല നിലക്ക് വിശദമായ നിലക്ക് 10 മലക്കുകളെ നാം മനസ്സിലാക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തതാണ് ജിബിരിൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ അല്ലേ. നമ്മൾ ഇതൊക്കെ ഈ 4 മലക്കുകൾ മുങ്കർ നക്കീർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ റഖീബാണ്, അത്തീദാണ്. റഖീബ്, അത്തീദ്, മാലിക്, റിൽവാന്. അപ്പൊ 4 വിഭാഗം മലക്കുകൾ നമ്മൾ ചർച്ച ചെയ്തു. 4 വിഭാഗം മലക്കുകൾ ഉണ്ട് എന്ന്. ഏതൊക്കെയാണ് ആ മലക്കുകൾ? ഒന്നാമത് മുത്തസരിഫൂൻ. ഒരിനം മലക്കുകൾ എന്താണ്? മുത്തസരിഫൂൻ എന്നാണ് അവരുടെ പേര്. മറ്റൊന്ന് ഫത്താനൂൻ എന്നാണ് അവരുടെ പേര്. മറ്റൊന്ന് ഹാഫിളൂൻ എന്നാണ് മറ്റൊരു വിഭാഗത്തിൻ്റെത്. മറ്റൊരു വിഭാഗത്തിൻ്റെ ഹാസിനൂൻ എന്നാണ്. ഇങ്ങനെ 4 വിഭാഗം മലക്കുകളെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്. അതിൽ ഹാഫിളൂൻ എന്ന് പറയുന്ന വിഭാഗം എന്നാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. എന്താ ഹാഫിൾ? പിന്നെ ഹാഫിൾ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ എന്നല്ലേ, 2 അർത്ഥം പറഞ്ഞു നമ്മൾ അതിന്. ഹാഫിൾ എന്ന് പറഞ്ഞാൽ ഹിഫിള്, ഹിഫിള് ആക്കുക എന്ന് പറഞ്ഞാൽ. ഹാഫിള് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാണാതെ പഠിക്കുക എന്ന അർത്ഥമുണ്ട് അല്ലേ, മനപ്പാടമാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളത് മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഒരർത്ഥം അങ്ങനെ. അതുപോലെ തന്നെ ഹാഫിള് പറഞ്ഞാല് പിന്നെ ഹഫലത്ത് എന്ന അർത്ഥം, അതായത് ഈ കാത്ത് സംരക്ഷിക്കുന്നവർ എന്ന അർത്ഥമുണ്ട്. അതെങ്ങനെ? അള്ളാഹു താല ഹഫീളാണ്, ഹാഫിളാണ്. അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുന്നവനാണ്. അപ്പോൾ നമ്മളെ കാത്ത് സംരക്ഷിക്കുക, ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്ത് സംരക്ഷിക്കുന്നവർ എന്നൊരർത്ഥവും ഹഫലത്തിനുണ്ട്. ഈ 2 അർത്ഥവും പിന്നെ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കാവുന്നതാണ് ഹാഫിളൂന എന്ന് പറയുന്നത് എന്നുള്ള പദത്തിന്. അതിൽപ്പെട്ടതാണ് മുങ്കർ റഖീബ്, അത്തീദ്. നമ്മൾ പറഞ്ഞല്ലോ ഓരോ മലക്കിനും എന്ത് പറയാം? റഖീബ്, അത്തീദ് 2 മലക്കിനെ കുറിച്ചും പറയാം. അല്ലെങ്കിൽ റഖീബ് എന്നുള്ളത് നന്മ എഴുതുന്നത്, അത്തീദ് എന്നുള്ളത് തിന്മ എഴുതുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 2 പേരുകളും ഓരോരുത്തർക്കും മാറി മാറി ഉപയോഗിക്കാൻ. കാരണം അതൊരു വസ്ഫാണ്, അതൊരു ഗുണമാണ് അത് അവരുടെ. റഖീബ് എന്ന് പറഞ്ഞാൽ മുറാഖബ, അതായത് പിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുറാഖബ. മുറാഖിബ് എന്നൊക്കെ കേട്ടല്ലേ, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആള്. അത്തീദ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുന്ന ആള് എന്നുള്ളതാണ്. അപ്പൊ ഈ 2 അർത്ഥങ്ങളും ഈ 2 മലക്കും പറയാലോ. അതുകൊണ്ട് ഈ 2 മലക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഈ 2 പേര് അവർക്ക് പറയാമെന്നാണ്. അപ്പോൾ ഇന്നലെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞത് ഇപ്പം എന്താ? ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് നന്മ എഴുതുന്നതും തിന്മ എഴുതുന്ന 2 മലക്കുകളുണ്ട്. അതുപോലെ തന്നെ പക്ഷേ ഈ ഹലാലാ കാര്യങ്ങൾ എഴുതുന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. നന്മയും തിന്മയില്ലാത്ത കാര്യം ഉണ്ടാവുമല്ലോ, അത് നന്മയിൽക്കും പെടുത്താൻ പറ്റൂല, തിന്മയിൽക്കും പെടുത്താൻ പറ്റൂല. അങ്ങനെയുള്ള ചില മുബാഹായിരിക്കുന്ന കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ ആരാണ് എഴുതുക എന്നാ പറയുന്നത്? അത് തിന്മ എഴുതുന്ന ആളാണ് എഴുതുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അയാളാണ് എഴുതുക. തിന്മയാകുമോ ഇല്ല എന്നല്ല, എഴുത്ത് അയാളാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എഴുതുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ വെളിവാക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഹദീസിൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറലു അലയ്യ അമാലു ഉമ്മത്തി, എന്റെ ഉമ്മത്തുകളുടെ അമലുകൾ എനിക്ക് വെളിവാക്കപ്പെടുന്നുണ്ട്. ഫൈൻ വജത്തു ഖൈറൻ
ഫൈൻ വജത്തു ഖൈറൻ, ഞാനൊരു നന്മ എത്തിച്ചാൽ ഹമിത്തുല്ലാഹ്, എന്റെ ഉമ്മത്തുകളെ ഒരു നന്മ ചെയ്തതായിട്ട് ഞാൻ കണ്ടെത്തിയാൽ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കും. വൈൻ ഷർറൻ, ഷർറാണെങ്കിലോ അസ്തഗ്ഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. അപ്പൊ റസൂലുള്ളാഹിക്ക് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ രാവിലെയും വൈകുന്നേരം വെളിവാക്കപ്പെടുന്നുള്ള ബോധം നമുക്ക് വേണം. അള്ളാഹു ആ ബോധത്തോടു കൂടെ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ, ആ ഉള്ളറിവും. മനസ്സിലായില്ലേ? ഏതലാവട്ടെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും അമലുകളുടെ ഏടുകളെല്ലാം വെളിവാക്കപ്പെടുന്നുണ്ട്. വലം യഹ്മലാ മിൻ അംരിൽ അബ്ദി ശൈഅൻ ഇല്ലാ കതബാഹു, ഒരു അടിമയുടെ കാര്യത്തിൽ നിന്ന് ഒന്നിനെയും അവർ ഒഴിവാക്കുന്നില്ല. ഈ രണ്ട് മലക്കുകളെ എല്ലാവരും രേഖപ്പെടുത്തുന്നുള്ളത് ഉറപ്പല്ലേ? നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതി നമുക്കൊരു ആയത്ത് നമുക്ക് എല്ലാവർക്കും കാണാൻ അറിയുന്ന ഒരു ആയത്തുണ്ട് അല്ലേ? സൂറത്തുൽ കഹ്ഫില് വളിയൽ കിതാബ് ഫതറൽ മുജ്രിമീന അല്ലേ? വളിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അതെ, ഗ്രന്ഥങ്ങളെല്ലാം വായിക്കപ്പെടാൻ വേണ്ടി അങ്ങനെ വെക്കപ്പെട്ട് കഴിഞ്ഞ് ഇപ്പം മുജ്രിമീന മുശ്ഫിഖീന, കുറ്റവാളികളായിരിക്കുന്ന ആളുകളെ ഭയപ്പാടോടുകൂടെ താങ്കൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആയത്ത് മലയാളത്തിൽ എഴുതണ്ട കേട്ടോ, ആയത്തൊന്നും ഇംഗ്ലീഷിലൊന്നും എഴുതണ്ട. പിന്നെ എന്താ അവർ പറയാ, മാലി ഹാദൽ കിതാബി, ഈ ഗ്രന്ഥത്തിന് എന്ത് സംഭവിച്ചു പോയി, ഈ കിതാബിന് എന്ത് സംഭവിച്ചു പോയി, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ, ഒരു ചെറുതിനെയും വലുതിനെയും ഒന്നും തന്നെ ഒഴിവാക്കിയിട്ടില്ലല്ലോ, സർവവും എല്ലാം എഴുതപ്പെട്ടിരിക്കുകയാണല്ലോ, ഒന്നും വിട്ടുപോവാതെ, ഒന്നും കളഞ്ഞു പോവാതെ, ഡിലേറ്റായി പോവാതെ കണ്ട് എല്ലാം ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണല്ലോ. എന്ത് പറ്റിപ്പോയി ഈ ഗ്രന്ഥത്തിന്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കൈമലർത്തുന്ന രംഗമാണ് ആ സന്ദർഭം. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, എല്ലാം അങ്ങനെ ശരിക്കങ്ങട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒന്നും ഒഴിവായിട്ടില്ല. നമ്മൾ ഒരിക്കൽ പോലും അത് എഴുതപ്പെടുമെന്നോ അത് രേഖപ്പെടുത്തുമെന്നോ വിചാരിക്കാത്തത് പോലും അവിടെ രേഖപ്പെട്ട് കിടക്കുകയാണ്. അതാണ് മനുഷ്യന്റെ കൗല് ഫെയില് അസ്മ്, അവന്റെ ഒരു കാര്യം ചെയ്യാനുള്ളതായിരിക്കുന്ന മനോക്കരുത്തുണ്ടല്ലോ, ഒരു നിശ്ചയം, ആ നിശ്ചയം പോലും എഴുതി വെക്കുന്നുള്ളതാ. അപ്പോ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഈ മലക്കുകൾ ആ നന്മക്കൊരു പ്രത്യേക ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലേ ആ ഉദ്ദേശത്തിന് പ്രത്യേകമായിരിക്കുന്ന ഒരു നല്ല സുഗന്ധം ഉണ്ടാവുകയാണ്. ആ സുഗന്ധം കൊണ്ട് ഇവർ ആ കാര്യത്തെ തിരിച്ചറിയുന്നുള്ള ഫൈദ അസ്മ അല ഹസനത്തിൻ യഅരിഫാനിഹാ ബിതീബി റായിഹതിഹാ, ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിന്റെ സുഗന്ധം കൊണ്ട് അവരതിനെ മനസ്സിലാക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. രണ്ട് മലക്കുകളെ നന്മ രേഖപ്പെടുത്തുന്ന മലക്ക്, വൈദ അസം അല സയ്യിഅത്തിൻ യഅരിഫാനിഹാ, രണ്ട് മലക്കുള്ളത് അറിയാൻ രണ്ടാൾ വരും. അതുപോലെ തന്നെ ചീത്ത ചെയ്യാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ഈ മലക്കുകൾ ആ ചീത്തയെ അറിയും. ബിനത്തിനി റായിഹത്തിഹ, അതിന്റെ ചീത്ത വാസന കൊണ്ട് അതൊരു ചീത്ത വാസനയായിട്ട് ഇവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത്തരം തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതും രേഖപ്പെടുത്തും, നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതും. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു നന്മ ചെയ്യാൻ ഒരാൾ ഉദ്ദേശിക്കുമ്പോൾ നന്മ ചെയ്ത് കഴിഞ്ഞാല് എന്താ പറയാ, പിന്നെ ഈ തിന്മ എഴുതുന്ന മലക്ക് നന്മ എഴുതുന്ന മലക്കോട് ചോദിക്കും, ഞാൻ എഴുതട്ടെന്ന് ചോദിക്കും. അപ്പോഴെന്താ പറയാ ഇന്നലെ പറഞ്ഞല്ലോ, അത് കേട്ടല്ലേ? എന്താ പറയാ മലക്കെന്താ പറയാ? നന്മ എഴുതുന്ന മലക്കെന്ത് പറയും? ഇത് ചോദിക്കുന്ന അതെ ക്ഷമിക്കാൻ പറയും, കുറച്ച് അവിടെ വെയിറ്റ് ചെയ്യാൻ. അയാൾ ഒരു പക്ഷേ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുകയോ ഇസ്തിഗ്ഫാർ ചെയ്യുകയോ ഒന്ന് തന്നെയാണ്. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ തന്നെയാണ്, ഇസ്തിഗ്ഫാർ ഉള്ളതാണ് തൗബ എന്ന് പറയാം. അയാൾ തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്പം ഒന്ന് കാത്തിരിക്കണം. ഒരു 6 മണിക്കൂറോളം അവനെ അവിടെ പിന്തിക്കപ്പെടുമെന്നുള്ള. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓന് യാതൊരു മാറ്റൂല, ഓനത് ഇങ്ങനെ യാതൊരു നിസ്സങ്കോചം അവൻ ആ തെറ്റിലേക്കും കുറ്റകരമായ പ്രവർത്തനങ്ങളിലേക്കും അവൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു മനപ്രയാസവനില്ല, അവന്റെ മനസാക്ഷി അവന് പരിഗണിക്കുന്നില്ല. അങ്ങനെ 6 മണിക്കൂർ കഴിഞ്ഞാല് മലക്കൾ എന്ത് ചെയ്യും? അള്ളാഹു തആല ഇവന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ എതിരിൽ ശാപപ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് ആ ചീത്ത കാര്യം അവിടെ രേഖപ്പെടുത്തുന്നത്. മനസ്സിലാക്കണം. ഏതലാവട്ടെ, അങ്ങനെ നമ്മുടെ നന്മ തിന്മകൾ എഴുതാൻ
എഴുതാൻ വേണ്ടി മലക്കുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മലക്കുകൾ സദാസമയവും മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. 3 സന്ദർഭത്തിൽ മാത്രമേ ഈ മലക്കുകൾ ഇവരിന്ന് വേർപിരിയുകയുള്ളൂ. ശരിക്കും മനസ്സിലാക്കണം. ഈ നന്മ തിന്മ എഴുതാൻ നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ 3 സമയത്ത് മാത്രമാണ് അവർ അല്പം മാറി നിൽക്കുക. ഒന്നാമത്തത് എപ്പോഴാണ്? മനുഷ്യന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി മൂത്രിക്കാനോ കാഷ്ടിക്കാനോ ഒക്കെ പോകുന്ന സന്ദർഭത്തിൽ മലക്കുകൾ മാറി നിൽക്കുന്നതാണ് ഒന്നത്. രണ്ടാമത്തത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തില്. മൂന്നാമത്തത് കുളിക്കുന്ന സന്ദർഭത്തിൽ. കാരണം മിക്കവാറും സമയങ്ങളിലൊക്കെ ഔറത്തൊക്കെ വെളിവാകുമല്ലോ. കുളിക്കുമ്പോൾ മിക്കവാറും സമയങ്ങളൊക്കെ ഔറത്ത് വെളിവാകും. അപ്പൊ ഈ കുളിക്കുന്ന സന്ദർഭത്തിലും ലൈംഗിക ബന്ധത്തിൽ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിലും അതുപോലെ തന്നെ മനുഷ്യന്റെ അവൻ ബാത്റൂമിലൊക്കെ പോകുന്ന സന്ദർഭത്തിലുമാണ് ഈ മലക്കുകൾ മാറി നിൽക്കുക. പക്ഷെ അതേത് മലക്കുകളാണ്? ഈ നന്മ തിന്മ എഴുതുന്ന മലക്കുകളാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണ്ട, മലക്കുകൾ ഇപ്പൊ മാറി എന്നല്ല. നമുക്കിപ്പോ ബാത്റൂമിൽ പോയിട്ട് എന്ത് തോന്നിയാസം ചെയ്താലും ഒരു കുഴപ്പമില്ല, മലക്കുകൾ ഇപ്പൊ തൽക്കാലം മാറി നിന്നിട്ടുണ്ട്, ഒരു എഴുതൂലെന്ന് അങ്ങനെ ആരും കരുതണ്ട. മനസ്സിലായില്ലേ? ആ സന്ദർഭത്തിലുള്ള അവർ അതിനൊരു അടയാളം അവർക്കുണ്ടാവുന്നുള്ള ആ സന്ദർഭത്തിൽ, ജിമാന് സന്ദർഭത്തിലോ അല്ലെങ്കിൽ കുളിക്കുന്ന സന്ദർഭത്തിലോ അതുപോലെ അവന്റെ ആവശ്യ നിർവഹണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലോ പ്രവർത്തിക്കുന്ന നന്മ തിന്മകൾ അത് അവർ പിന്നീട് എഴുതി വെക്കും. അവിടെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ 3 സമയത്താണ് മലക്കുകൾ മാറി നിൽക്കുന്നത്. അതേ അവസരത്തിൽ മാറി നിൽക്കാത്ത മലക്കുകൾ നമ്മളെ കൂടെ ഉണ്ട്. അതായത് ഹഫലത്ത് എന്ന് പറയുന്ന മലക്കുകൾ. ഹഫലത്ത് എന്ന് പറയുന്ന മലക്കുകൾ ഒരു സമയത്തും മനുഷ്യനെ വേർപിരിയില്ല എന്നുള്ളതാണ്. ഒരു സമയത്തും മനുഷ്യനെ വേർപിരികയില്ല. ആ ഹഫലത്താണല്ലോ എപ്പോഴും സെക്യൂരിറ്റി എപ്പോഴും വേണമല്ലോ. സെക്യൂരിറ്റി എപ്പോഴും വേണ്ടേ? അത് വേണം. അപ്പൊ അതുകൊണ്ട് ഈ ഹഫലത്ത് മാറി നിൽക്കൂല എന്നുള്ളതാണ്. അവരെല്ലാ സമയത്തും ഇവനോട് കൂടെ പോയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞ നേരത്തെ എഴുത്തുകാർ മാറി നിന്നെങ്കിൽ പിന്നെന്താണ് അവര് എഴുതാൻ പറ്റുമോ? ആ സമയത്തുള്ള എഴുതാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് പറയുന്നുണ്ട്. വൽ കാത്തിബാനി ഫൈദാ ഫാറഖൽ കാത്തിബാനിൽ അബ്ദ ഇന്ദ ഹാദിഹിൽ അഫ്ആലി ഫലാ യംനു ദാലിക മിൻ കിതാബത്തി മാ യസ്ദുറു മിന്നു ലി അന്നല്ലാഹു തആല യജ്അല ലഹുമാ അലാമത്തൻ അലാ ദാലിക. അതാ ഈ സന്ദർഭത്തിൽ മലക്കുകൾ മാറി നിന്നു എന്നുള്ളത് കൊണ്ടിട്ട് അവരിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ എഴുതാൻ കഴിയില്ല എന്നുള്ളതില്ല. അല്ലാഹു തആല അവർക്ക് അതിനൊരു അടയാളം വെച്ചു കൊടുക്കുന്നുള്ള. അവർ നന്മ തിന്മകൾക്ക് ഒരു അടയാളം അവർക്ക് അവിടെ വിട്ടേച്ചു കൊടുക്കും ഈ പ്രവർത്തനങ്ങൾ ഉള്ള സന്ദർഭത്തിൽ. അപ്പം മറ്റുള്ള സന്ദർഭത്തിൽ നിന്ന് അവരത് എഴുതുകയും ചെയ്യും. അപ്പം എഴുതൂല കാണൂല എന്നാരും വിചാരിക്കേണ്ടെന്നർത്ഥം. ഏതാലാട്ടെ. അപ്പോ ഈ പ്രവർത്തനങ്ങൾ സന്ദർഭത്തിലല്ലാതെ ആ മലക്കുകൾ ഒരിക്കലും വേർപിരിയുകയില്ല. പിന്നെന്താ? അപ്പൊ ചില ഹദീസിലൊക്കെ ഉണ്ടല്ലോ, നായുള്ള വീട്ടില് അല്ലെ ജറസ് ഉള്ള വീട്ടില്, മണിയുള്ള വീട്ടില്, അല്ലെങ്കിൽ ജറസ് കാണുന്നുണ്ട് അതരാട്ടെ, അല്ലെങ്കിൽ ഫോട്ടോ ഉള്ള വീട്ടില് മലക്ക് കടക്കൂല എന്നൊരു ഹദീസ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എന്താ ഹദീസ്? ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി ജറസുൻ വനഹവി. അങ്ങനെയുള്ള ഹദീസൊക്കെ ഉണ്ടല്ലോ. അത് ഫൽ മുറാദു മലായികത്തു റഹ്മ. അത് റഹമത്തിന്റെ മലക്ക് കടക്കൂല, റഹമത്തിന്റെ മലക്ക് കടക്കൂല എന്നുള്ളതാണ്. മനസ്സിലാ പറഞ്ഞ അർത്ഥം. അല്ലാതെ ഒരു മലക്കും കടക്കൂല ബന്ധപ്പെടൂല എന്നൊന്നും അതിനർത്ഥമല്ല കേട്ടോ. മുമ്പ് ആരോന്ന് പറഞ്ഞല്ലേ, ഏതോ ഒരു മുസ്ലിം നാമധാരി എന്തിനാണ് നായിനെ കൊണ്ടുനടക്കണമെന്ന് ചോദിച്ചില്ലേ? ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനോ? സർ സയ്യിദ് അഹമ്മദ് ഖാനെ പറ്റി അങ്ങനെ കേട്ടിട്ടുണ്ട്. അള്ളാഹു പോലും ശരിയാണോ നമുക്ക് അറിയില്ല. ചരിത്രത്തിലൂടെ വായിച്ച ഓർമ്മയുണ്ട്. അയാളെപ്പോഴും നായിനെ കൊണ്ടുനടക്കുന്ന പറഞ്ഞു. നായിനെ കൊണ്ടുനടക്കും. എന്തിനാ നായിനെ കൊണ്ടുനടക്കാൻ ചോദിച്ചപ്പോ നായുള്ളടത്ത് മലക്ക് വരില്ല എന്നല്ല, അപ്പൊ അസ്രായേല് വരാതിരിക്കാൻ വേണ്ടിയാണ് നായിനെ കൊണ്ടുനടക്കണത്. അങ്ങനെ പറഞ്ഞതായിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് വായിച്ചിട്ടുണ്ട്. ഏതായാലാട്ടെ, അതൊക്കെ മനസ്സിലായില്ലേ? അതൊക്കെ എന്താണ്? അതൊക്കെ ഒരു ധിക്കാരപരമായ നിലപാടാ. അപ്പൊ ഏതായാലാവട്ടെ. അപ്പൊ അത് പറഞ്ഞത് മലക്ക് കടക്കൂല എന്ന് പറഞ്ഞ മലക്ക് റഹമത്തിന്റെ മലക്കാ. അല്ലാതെ ആയുസ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നായി കൂടെ ഉണ്ട് നിർത്തിയിട്ട് എന്താവൂല, മലക്കൾ വരാതിക്കൂല, അവരായിട്ട് വരും. ഇവിടെ ഇപ്പോ ഏത് മലക്ക്? ഹഫലത്തുള്ള മലക്കൽ എല്ലാ സമയത്തും ഉണ്ട്. ഹഫലത്തുള്ള മലക്കൾ എല്ലാ സമയത്തും ഉണ്ട്. അതുപോലെ തന്നെ ഈ 3 സമയത്തല്ലാത്ത സമയങ്ങളിലൊക്കെ ഏതുകൊണ്ട് നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ മനുഷ്യനെ അനുഗമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്.
അപ്പൊ എഴുതുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് പറയുന്നുണ്ട്. അത് ഒരു അത് യഥാർത്ഥത്തിൽ ആലത്തിൻ കിർത്താസൻ മിതാദിൻ, എഴുത്തും പേന, മഷി, കടലാസ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത്. അള്ളാഹു തആലക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ. അല്ലാഹ് അതെങ്ങനെയാന്നുള്ളത് അള്ളാഹുവിനെ അറിയാം. പക്ഷെ ചില ആളുകൾ പറയുന്നുണ്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഇവിടെ സൂക്ഷിക്കാന്ന് അർത്ഥമുള്ളൂ, അറിയാന്ന അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ശരിയല്ല എന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ ആ വിഷയം തഫ്വീളാണ് ഏറ്റവും നല്ലത്. അത് എങ്ങനെയാണ്, അതിന് രൂപം എന്താണ്, എങ്ങനെയാണെന്നുള്ള വിഷയങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് നാം വിടുക. ആ തഫ്വീളിന്റെ രീതിയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതെങ്ങനെയാണ് എഴുതുക, എങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്താണ്, വിഷയം എന്താണെന്നുള്ളതൊക്കെ അത് അള്ളാഹുലേക്ക് അങ്ങോട്ട് വിടുക. ആ വിഷയം അള്ളാഹുക്ക് കിടിപ്പ്. നമ്മൾ ഇതിങ്ങനെ വിശ്വസിക്കുക. നമ്മുടെ നന്മ തിന്മകളൊക്കെ എഴുതി വെക്കപ്പെടുന്നുണ്ട്, അത് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഉറപ്പല്ലേ, നമ്മൾ നാളെ പരലോകത്ത് ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കിതാബ് നോക്കി ഇങ്ങോട്ട് നമ്മൾ വായിക്കണ്ടല്ലോ. വായിക്കണമെങ്കിൽ അവിടെ രേഖപ്പെടുത്തണ്ടേ, അത് ഏത് രൂപം, അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ അള്ളാഹുലേക്ക് വിടുക. അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെയും പിന്നെന്തുണ്ട്, ഈ മലക്കൾ എവിടെയാണ് ഉണ്ടാകുക എന്നുള്ളതിലും ഒന്ന് രണ്ട് മൂന്ന് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ചിലർ പറയുന്നുണ്ട് എന്താണ്, മനുഷ്യന്റെ വലത്തെ അണപ്പല്ലിന്റെ അവസാനത്തിലാണ്. വലത്തെയോ ഇടത്തെയോ അണപ്പൽ ഏത്, ഈ രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ടല്ലോ, റഖീബ് അത്തീദ് എവിടെയുള്ള, മനുഷ്യന്റെ വലത്തെ അണപ്പല്ലിന്റെ അവസാന ഭാഗത്തിലാണ്, പിന്നെ അല്ലെങ്കിൽ ഇടത്തെ അണപ്പല്ലിന്റെ അവസാനത്തിലാണ്. വലത്തതിന്റെയും ഇടത്തതിന്റെയും അണപ്പല്ലിന്റെ അവസാനത്തിലാണ് ചിലർ പറയുന്നുണ്ട്. ചിലർ പറയുന്ന അവന്റെ തോളിലാണെന്ന്, ചിലർ പറയുന്നത് താടിയിലാണെന്ന്, ചിലർ പറയുന്ന ചുണ്ടിലാണ് എന്ന്. ഏതായാലാവട്ടെ, അങ്ങനെ പിന്നെ എന്താണ് അതേതല്ല, അങ്ങനെ മലക്കുകൾ എവിടെ ആയിരുന്നാലും ശരി, അങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതൊക്കെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ അതിൻ്റെതായ കാരണങ്ങളുണ്ടാവാം. ഏതായിരുന്നാലും മലക്കുകൾ അങ്ങനെ എഴുതുന്നുണ്ട് എന്നുള്ളത് അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പിന്നെ മറ്റൊന്ന്, പിന്നെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ തെളിവുകളുടെ ബലാബലം അനുസരിച്ചിട്ടേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി ആ വിഷയത്തിൽ. അപ്പോൾ അത് എവിടെ ഇരിക്കുന്നത് എന്നുള്ളത് അറിയാന്നുള്ളത് അതൊരു നിർബന്ധമായ ഒരു അഖീദയുമായി ബന്ധിക്കുന്ന വിഷയമല്ല. അങ്ങനെ മലക്കുകൾ ഉണ്ട് എന്ന്, നമ്മുടെ നന്മ തിന്മകൾ എഴുതുന്ന കതബത്ത് എന്ന് പറയുന്ന മലക്കുകൾ, ഹാഫിളൂന എന്ന് പറയുന്ന മലക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് വിശ്വസിക്കുക എന്നുള്ള നമ്മുടെ ബാധ്യതയുള്ളൂ. മറ്റുള്ള അഭിപ്രായത്തിലേക്ക് എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ അത്ര തന്നെ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. അപ്പോൾ കൂടത്തിൽ പറഞ്ഞു ഒന്ന് മാത്രമേ ഉള്ളൂ, കൂടെ പറഞ്ഞതിന്റെ പേരിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് അത് അറിയാന്നുള്ളത്, അറിയാതിരുന്നാൽ അതൊരു പിന്നെ നമ്മളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയം അല്ലാത്തത് കൊണ്ട് നാം അതിലേക്ക് പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. മൊത്തത്തിൽ എന്ത് മനസ്സിലാക്കിയാൽ മതി, ഇങ്ങനെ രണ്ട് മലക്കുകൾ നമ്മുടെ നന്മ തിന്മകൾ എഴുതാൻ അള്ളാഹു തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അത്ര നമുക്ക് ബാധ്യതയുള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട ഇക്രിമാർ മുജാഹിദ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇന്നഹു ഇൻ ഖാദ കാന അഹദുഹുമാ അമാമഹു വല്ലാഖിറു വറഅഹു, അങ്ങനെയുണ്ട്. അവൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾ മുമ്പിലാണ്, ഒരാൾ പിന്നിലാണ്. ഇരുന്നാൽ ഒരാൾ മുമ്പിലുണ്ടാകും, ഒരാൾ പിന്നിലുണ്ടാകും. ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ തലന്റെ ഭാഗത്തുണ്ടാകും, മറ്റാൾ കാലിന്റെ ഭാഗത്തുണ്ടാകും. ഇങ്ങനെ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരാൾ ഉറങ്ങിയാണെങ്കിൽ ഒരാൾ തലഭാഗത്തുണ്ടാവും, ഒരാൾ കാലിന്റെ ഭാഗത്തുണ്ടാകും. ഏതായിരുന്നാലും ഈ രണ്ടുപേരും ഒരിക്കലും ഇവനെ വേർപിരിയുന്നില്ല. ഉറങ്ങാണിച്ചിട്ടേ ഉറങ്ങാണെന്ന് കരുതിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇവന് ഉറങ്ങല്ലേ, ആ സമയത്ത് അതൊക്കെ പോലെ ലീവ് കൊടുക്കുന്ന ആരും മനസ്സിലാക്കണ്ട. എല്ലാ സമയത്തും വേണ്ട മേൽ പറയപ്പെട്ട 3 സമയങ്ങളിൽ എല്ലാ സമയത്തും ഉറങ്ങാണെങ്കിലും ഉണ്ടാകും, അല്ലാത്ത സന്ദർഭത്തിലൊക്കെ അവരോട് കൂടെ ഉണ്ടായിരിക്കുന്നതാണ് എന്നർത്ഥം. പിന്നെ അപ്പൊ നമ്മൾ ആ മലക്കുകളുടെ കാര്യം പറഞ്ഞു. ഏത് ഹാഫിളുകൾ എന്ന് പറയുന്ന മലക്കുകളുടെ വിഷയങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ്, വേറൊരു വിഭാഗം മലക്കുകളുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഏതാണിത്? ഖാസിനൂൻ. കണ്ടോ, സംരക്ഷകര്, അതായത് ഇങ്ങനെ സൂക്ഷിപ്പുകാര്, സൂക്ഷിപ്പുകാര് എന്നാണ്. അതേതാണ്? 2 മലക്കുകളാ. നമ്മളിപ്പം മുത്തസരിഫൂനെ കഴിഞ്ഞ്, ഫത്താനൂന് കഴിഞ്ഞ്, ഹാഫിദൂന് കഴിഞ്ഞ്, 3 വിഭാഗം മലക്കുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ്. 4മത്തത് ഖാസിനൂൻ എന്നാണ്, അതായത് സൂക്ഷിപ്പുകാര്. അതേതാണ്? അതൊന്ന് നമ്മളിവിടെ നേരത്തെ പറഞ്ഞില്ലേ, എന്താ? മുൻകറിനെ കീറും വാറഖീബും വാകദ അതീദു മാലിക്കും വരിളുവാനുഹ്തദാ. അടോ, മാലിക് റിളുവാന്, അതാ 2 മലക്കുകൾ. മാലിക് റിളുവാന് എന്ന് പറയുന്നതായ ഖാസിനീങ്ങളെ വിഭാഗത്തിൽപ്പെട്ട മലക്കുകളെ കൊണ്ടും വിശ്വസിക്കൽ നിർബന്ധമാണ്. ആരാണ് മാലിക് എന്ന് അറിയുമോ? മാലിക് അലൈഹിസ്സലാം 7 നരകങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. 7 നരകങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. നഊദു ബില്ലാഹി മിൻ ഹാലി അഹ്ലിൻ നാർ. ആ മാലിക്കിനോട് കൂടെ സബാനിയാക്കൾ ഉണ്ടാകും. ആര് സബാനിയാക്കൾ എന്ന് പറഞ്ഞാൽ എത്ര ആളുകളാ? സബാനിയാക്കൾ 19 ആളുകൾ ഉണ്ടാവും. സബാനിയാക്കള് 19
ആളുകളാകുന്നു. ആ 19 വിഭാഗത്തുനിന്ന് ഓരോ വിഭാഗത്തിനും കണക്കില്ലാത്ത സഹായികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കണക്കില്ലാത്ത സഹായികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നെ അപ്പം ഈ മലക്കുകൾക്ക് ഏത് സബാനിയാക്കൾ എന്ന് പറയുന്നത് 19 നഫറാണ്, വ്യക്തികളാണ്. ഓരോ വ്യക്തിക്കും അള്ളാഹുവിന് മാത്രം അറിയുന്ന അത്രമാത്രം ഉള്ളതായിരിക്കുന്ന കണക്കില്ലാത്ത സൈന്യങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകുന്നുള്ളതാണ്. അള്ളാഹ് പറഞ്ഞില്ല, ഒമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, ഒമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. തന്റെ റബ്ബിന്റെ ജുനൂദിന്റെ എണ്ണം ആർക്ക് മാത്രമേ അറിയുകയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. ഏതാട്ടെ, അങ്ങനെ 7 നരകങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മാലിക് അലൈഹിസ്സലാം. എത്ര നരകങ്ങളുണ്ട്? ഇനി നരകം എത്ര ഉണ്ട്, ആരൊക്കെയാണ് ഓരോ തട്ടിലുള്ളത് എന്നൊക്കെ നമ്മൾ നോക്കാം. നരകത്തിന് എത്ര തട്ടുകളും എത്ര വാതിലുകളുമുണ്ട്? 7 തട്ടുകളും 7 വാതിലുകളുമുണ്ട്. അതിന് മനസ്സിലായില്ലേ? നരകത്തിന് 7 തട്ടുകളും 7 വാതിലുകളുമുണ്ട്. ഏറ്റവും മുകളിലുള്ള തട്ട്, തട്ടിന്റെ പേരാണ് കേട്ടോളെ ജഹന്നം. ജഹന്നം എന്ന് പറയുന്ന നരകമാണ് എല്ലാ നരകത്തിന്റെ മുകളിലുള്ളത്. മനസ്സിലായില്ലേ? അത് ആർക്കുള്ളതാണ്? ആ ജഹന്നം എന്ന് പറയുന്ന നരകം ആർക്കുള്ളതാ? വഹിയൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന് തന്നെ ദോഷികളായിരിക്കുന്ന ആളുകൾക്കുള്ളതാണ്. കണ്ടോ? നരകം എന്ന് പറഞ്ഞാൽ കാഫിറുകൾക്ക് മാത്രാന്ന് കരുതി കുത്തിരിക്കണ്ട. മനസ്സിലായില്ലേ? ഞാൻ കാഫിറില്ലല്ലോ, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിമീങ്ങൾക്ക് തന്നെ ഒരു നരകമുണ്ട്. സത്യവിശ്വാസികളായ ദോഷികൾക്ക്, മനസ്സിലായി? മുസ്ലിമീങ്ങൾ വെച്ചാൽ മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ദോഷികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചതായിരിക്കുന്ന നരകത്തിന്റെ പേരാണ് ജഹന്നം. അള്ളാഹു നമ്മളെ എന്നൊക്കെ രക്ഷിക്കുമാറാവട്ടെ. എല്ലാ നരകത്തും അള്ളാഹു രക്ഷിക്കട്ടെ. നമുക്കത് ആലോചിക്കാൻ പോലുള്ള ശക്തി നമുക്കില്ല. അപ്പൊ ജഹന്നം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളായിരിക്കുന്ന ദോഷികൾക്കാണ്. അതിന്റെ സ്ഥിതി എന്താ? മുഅ്മിനീങ്ങൾ, അതായത് ഇപ്പോ നമ്മളുടെ കോടതി വിധികളൊക്കെ 10 കൊല്ലം ശിക്ഷിച്ചു, 20 കൊല്ലം ശിക്ഷിച്ചു, 30 കൊല്ലം അല്ലെ ആജീവനാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കലുണ്ട്. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ നരകത്തിൽ ശാശ്വതമായി കടത്തൂല, ഉറപ്പല്ലേ? അണുമണി തൂക്കം ഈമാൻ ഹൃദയത്തിലുള്ളവൻ അവസാന ഘട്ടത്തിൽ എന്ത് ചെയ്യും? അവന് സ്വർഗത്തിൽ കടക്കും, യാതൊരു സംശയമില്ല. ഈ അവസാന ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഏതുവരെ? ഒരുപക്ഷെ ഒരാൾക്ക് 100 കൊല്ലമാണെങ്കിൽ ആ 100 കൊല്ലം കടന്നിട്ട് അയാള് ജഹന്നം നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് വരും. ഒരാൾ 10,000 കൊല്ലാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു തആല നിശ്ചയിക്കുന്ന അവധി എത്രയാണ്, ആ അവധി കഴിഞ്ഞാൽ പിന്നെ സത്യവിശ്വാസികളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നതാണ്? സ്വർഗത്തിലേക്ക് വരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അങ്ങനെ എല്ലാ സത്യവിശ്വാസികളും ജഹന്നമെന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജഹന്നം അവിടെ ഉണ്ടാവുമോ? ഇല്ല, അത് നശിച്ചു പോകും. മനസ്സിലായില്ലേ? സത്യവിശ്വാസികളുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ജഹന്നം അവിടെ ഉണ്ടാവൂല. വതസീറു ഖറാബൻ ബിഖുറൂജിഹിം മിൻഹാ. സത്യവിശ്വാസികൾ നരകത്തുനിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജഹന്നം അവിടെ ഖറാബായി പോകും. അതിന്റെ ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അപ്പൊ ഒന്നാമത്തത് സത്യവിശ്വാസികൾപ്പെട്ടതായിരിക്കുന്ന ദോഷികൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടതായിരിക്കുന്ന ജഹന്നം എന്ന് പറയുന്ന നരകമാണ്. രണ്ടാമത്തത് ലള എന്ന് പറയുന്ന നരകമാണ്. ലള, മനസ്സിലായില്ലേ? ലളാണ്. ഒക്കെ ഖുർആനിലുണ്ട്, ഈ പേരുകളൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതാർക്കുള്ളതാകുന്നു? ജൂതന്മാർക്കുള്ളതാകുന്നു. ലള എന്ന് പറയുന്നത് യഹൂദികൾക്കുള്ള നരകമാണത്. പിന്നെ ഹുത്തമത്ത് എന്ന് പറയുന്ന അല്ലേ, ഒമാ അദ്റാകമൽ ഹുത്തമ, ഒമാ അദ്റാകമൽ ഹുത്തമ നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്തലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദത്തുൻ ഫീ അമദിൻ മുമദ്ദദ. അപ്പോൾ മറ്റൊരു നരകമുള്ളത് ഹുത്തമ എന്ന് പറയുന്നതാണ്. ആ ഹുത്തമ എന്ന് പറയുന്ന നരകം ആർക്കുള്ളതാകുന്നു? ക്രിസ്ത്യാനികൾക്കുള്ളതാകുന്നു. മനസ്സിലായില്ലേ? അപ്പോ ലള എന്ന് പറയുന്നത് ജൂതന്മാർക്ക്, ഹുത്തമത്ത് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക്. അതാണ് പറയുന്നത്. പിന്നെന്താണ്? സുമ്മ സഈർ, പിന്നീട് സഈർ എന്ന് പറയുന്ന നരകമാണ്. സഈർ അല്ലേ? സഈർ എന്ന് പറയുന്ന ഒരു നരകം. എത്രനായി? ജഹന്നം എന്നുള്ളത് ഒന്ന്,
രണ്ടാമത്തത് ലള എന്നുള്ളത്, മൂന്നാമത്തത് ഹുതമത്ത് എന്നുള്ളത്, നാലാമത്തത് സഈർ എന്നുള്ളത്. അതാർക്കുള്ളതാണ്? ജൂതന്മാരിൽപ്പെട്ട ഒരു വിഭാഗമാണ് സാബിഈങ്ങൾ എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. ആ സാബിഈങ്ങൾക്കുള്ളത് ഉള്ള നരകത്തിന്റെ പേരാണ് സഈർ. ഇതൊക്കെ ഖുർആനിൽ കാണാൻ കഴിയും. സഈറിനെ പറ്റിയും ലളനെ പറ്റിയും ഹുതമത്തിനെ പറ്റിയും ജഹന്നമിനെ പറ്റിയും ഒക്കെ. മനസ്സിലായില്ലേ? ആ പിന്നെ ഇനിയോ ഇതാണ് ഈ പിന്നെ പശുക്കുട്ടി ആരാധിച്ചുകൊണ്ട് വഴിവെച്ച് പാതാരിക്കുന്ന വിഭാഗമാണ് സാബിഈങ്ങൾ എന്ന് പറയുന്നത്. പിന്നെന്താണ് സഖർ എന്ന് പറയുന്ന നരകമാണ്. ഖുർആനിലെ മാ സലക്കക്കും ഫീ സഖർ, നിങ്ങളെ സഖറിൽ എന്തിനാണ് നിങ്ങളെ കടത്തിയത്, നിങ്ങൾ എന്തുകൊണ്ടാണ് സഖറിൽ കടന്നു പ്രവേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ലം നക്കും മിനൽ മുസല്ലീൻ വലം നക്കു നുത്ഇമുൽ മിസ്കീൻ വലാ നഹല്ലു അലാ തുആമിൽ മിസ്കീൻ. ലം നക്കും മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നതിൽ പെട്ടിരുന്നില്ല, മിസ്കീന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ പ്രേരിപ്പിച്ചിരുന്നില്ല തുടങ്ങിയതായിരിക്കുന്ന കാരണങ്ങൾ അവർ പറയുന്ന. അപ്പൊ സഖർ എന്ന് പറയുന്ന നരകമുണ്ട്. അതാർക്കുള്ളതാണ്? പക്ഷേ അത് മജൂസികൾക്ക്, അഗ്നി ആരാധകരായിരിക്കുന്ന മജൂസികൾക്കുള്ളതാണ്. പിന്നെ ജഹീമ് കണ്ടോ? ജഹീം എന്നുള്ള എത്രാമത്തെ? ആറാമത്തെ നരകത്തിന്റെ പേരാണ് ജഹീം എന്ന് പറയുന്നത്. അതാർക്കുള്ളതാണ്? വിഗ്രഹാരാധകർക്കുള്ളതാണ് ജഹീം എന്ന് പറയുന്ന നരകം. പിന്നീടോ ഹാവിയത്ത് എന്ന് പറയുന്ന ഏഴാമത്തെ നരകമുണ്ട്. അതാണ് മുനാഫിക്കുകൾക്കും ശക്തവാന്മാരായിരിക്കുന്ന കടുത്ത കുഫാറുകളുണ്ടല്ലോ, കടുത്ത ഒരു പിന്നെ വല്ലാത്ത ശിദ്ധത്തുള്ള കാഫിരീങ്ങള്, കടുപ്പപ്പെട്ടതായിരിക്കുന്ന നിഷേധികൾ, കടുത്ത നിഷേധികൾക്കുള്ള നരകത്തിന്റെ പേരാണ് ഹാവിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കപടവിശ്വാസികൾക്കുമുള്ളത്. ഫിർഔന്, ഹാമാന്, കാറൂനൊക്കെ ഉണ്ടല്ലോ, ഇവർക്കൊക്കെ നിശ്ചയിക്കപ്പെട്ടതാണ് ഹാവിയത്ത് എന്ന് പറയുന്ന നരകം. അതെന്താ? അങ്ങനെ ഈ നരകങ്ങളുടെയൊക്കെ അതിന്റെ തട്ട് മിൻ നുഹാസിൻ, സഖഫുഹ മിൻ നുഹാസിൻ, ചെമ്പിനാലുള്ളതാണ് അതിന്റെ തട്ട്. നിങ്ങൾ മനസ്സിലാക്കണ്ട, ചെമ്പിനാലുള്ള നല്ല നല്ല കാണാൻ ചൊർക്കുള്ളതിനല്ലോ, കാണാൻ ചൊർക്കനല്ലേ ചമ്പാക്കിയത്. എന്തിനാണ് അവിടെ ചമ്പാക്കിയത്? എന്തിനാണ് ഈ നരകത്തിന്റെ തട്ടുകളൊക്കെ ചെമ്പിനാലാക്കിയത്? എന്തിനാ? വൈലി എന്ന് നരകത്തിന്റെ ഒരു ചെരുവിന്റെ പേരാ, നരകത്തിന്റെ പേരല്ല, നരകത്തിൽ തന്നെയുള്ള ഒരു പ്രത്യേകമായ ചെരുവിന്റെ പേരാണ് വൈൽ. അപ്പം ഇവിടെ ചെമ്പ് കൊണ്ട് എന്തിനാണ് ഈ നരകത്തിന്റെ തട്ടുകളാക്കിയെന്ന് ചോദിച്ചാൽ ഉറപ്പല്ലേ, ആ ചെമ്പിന് ചൂട് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ചെമ്പിന് ചൂട് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതിന്റെ ഗൗരവം അറിയാലോ. ചുട്ടു പൊള്ളുന്നതായിരിക്കും. അപ്പോ ആ നരകത്തിന്റെ തട്ടുകളെല്ലാം ചെമ്പിനാലാണ്. വഹീതാനുഹാ മിൻ കിബിരീത്തിൻ, അതിന്റെ ചുവരുകള്, നരകത്തിന്റെ ചുവരുകള് മിൻ കിബിരീത്തിൻ, ഗന്ധകത്തിനാലാണ്. ഗന്ധകം കൊണ്ടേ. അപ്പൊ ഗന്ധകം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനല്ലേ, അല്ലേ? ഗന്ധക ഭൂമി തീ പിടിക്കില്ലേ? അപ്പൊ ഗന്ധകത്തിനാലുള്ളതാണ് അതിന്റെ ചുവരുകള്. വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിന്റെ ഇന്ധനം മനുഷ്യരും കത്തിക്കപ്പെടുന്ന കല്ലുകളുമാണ്. അതിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ മേൽത്തട്ട് പറഞ്ഞ്, അതിന്റെ ചുവര് പറഞ്ഞ്, അതിൽ കത്തിക്കുന്ന ഇന്ധനവും പറഞ്ഞ്. അന്നാസു വൽ ഹിജാറ, അള്ളാഹു നമ്മളൊക്കെ ആ നരകത്ത് നമ്മളെയും നമ്മളെ കുടുംബക്കാരെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും നരകത്തെ തൊട്ടുള്ള നരകത്തിന്റെ എല്ലാവിധ ശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അങ്ങനെ അപ്പൊ എന്തായി? ഇതാണ് മാലിക് അലൈഹിസ്സലാമിന്റെ ജോലിയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ജഹീം എന്നുള്ളത് വിഗ്രഹാരാധകർക്കുള്ളതാണ് ജഹീം. വിഗ്രഹാരാധകർക്കുള്ളതാണ് ജഹീം. ഹാവിയത്താണ് കൂടുതൽ കടുകടുത്ത മുശ്രിക്കുകൾക്കുള്ള, കാഫറുകൾക്കുള്ള. ഹാമാന്, കാറൂനൊക്കെ ഉണ്ടല്ലോ. കാഫറുകൾ കൂടുതലും പല സൈസും ഇല്ലേ. നിഷേധികളെ കൂടുതൽ കടുപ്പുള്ളതുകൊണ്ട് കടുപ്പല്ലാത്തതുകൊണ്ട് ഒരു മധ്യനിലയിലുള്ളതൊക്കെ ഉണ്ട്. ഈ ഫിർഔന്, ഹാമാന്, കാറൂനൊക്കെ എന്താണ്? പ്രവാചകന്മാരുമായിട്ട് ഏറ്റുമുട്ടി അവരൊക്കെ കഴിയുന്നിടത്തോളം ആക്രമിച്ച് പീഡിപ്പിച്ച ആളുകളാ. അപ്പൊ അവർക്ക് നല്ല നല്ല പവറുള്ളത് തന്നെ കൊടുക്കണ്ടേ? അത് അവർക്ക് അത്തരം ആളുകൾക്കുള്ളതാണ് എന്തെന്ന് പറഞ്ഞാല് ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തായി? ഹാസിൻ എന്ന് പറയുന്നതായ മലക്കൾപ്പെട്ട ഒരു മലക്കാണ് മാലിക്. മറ്റൊന്നാണെങ്കിലോ റിദ്വാൻ എന്ന മലക്കാണ്. റിദ്വാൻ എന്ന് പറയുന്ന മലക്കുകൾ എന്താണ്? സ്വർഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതാണ്. സ്വർഗം കൊണ്ട്
ഏൽപ്പിക്കപ്പെട്ടവരാണ്, അതിന്റെ സൂക്ഷിപ്പുകാരാണ്. ഇനി നമുക്ക് നോക്കാം. എന്നാൽ ഈ നരകം 7 നരകമാണെങ്കിൽ സ്വർഗം എത്ര എണ്ണാണ്? 8 സ്വർഗമാണ്. 8 വാതിലുണ്ട്, വലിയ വാതിലുണ്ടെന്നതിന്. വബുവാബുൽ കിബാറു സമാനിയത്തുൻ. സക്കറ് നിസ്കരിക്കാത്ത മുസ്ലിമീങ്ങൾക്കാണോ? സക്കറ് നിസ്കരിക്കാത്ത മുസ്ലിമീങ്ങൾക്ക് എന്നുള്ളതല്ല, ഇവിടെ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് സക്കറ് ആർക്കുള്ളതാണ്? പിന്നെ ആർക്കുള്ളതാണ്? ജൂതന്മാർക്കല്ല പറഞ്ഞ നമ്മള്, മുനാഫിക്കുകൾക്കുള്ളത്, മജൂസികൾക്ക് പിന്നെ വിഗ്രഹാരാധകരായ മജൂസികൾക്ക്. അപ്പൊ അവര് പറയുന്ന ഒരു കാരണം അതാണ്. അപ്പോ നരകത്തിന്റെ വാതിലുകൾ 8 എണ്ണമാണ്. വലിയ വാതിലുകളുണ്ട്. മെയിൻ ഗേറ്റ്, നരകത്തിന് മെയിൻ ഗേറ്റ് എത്ര ഉണ്ട്? 8 ഗേറ്റാണ് നരകത്തിലുള്ളത്. ഒന്ന് ബാബു ഷഹാദത്തൈനി, നമ്മൾ കണ്ടില്ല ഇപ്പം ഹറമിലൊക്കെ ചെന്ന് കാണിച്ചാൽ ബാബു സലാം, ബാബു ദാറുൽ അർഖം, ബാബു നബി, ബാബു ജിബിരിൽ, ബാബ് കഥാ ഫുലാന്നൊക്കെ ഇത് കാണല്ലേ. അതേമാതിരി മെയിൻ ഗേറ്റുകൾ എത്ര ഉണ്ട്? 8 എണ്ണമുണ്ട്. ഒന്ന് ബാബു ഷഹാദത്തൈനി, ഷഹാദത്തൈനിയുടെ ബാബ് എന്നാണ് ഒന്ന്. 2 ഷഹാദത്തൈനിക്കുള്ള അതിന് ഒരു പേര് വെച്ചിട്ടുള്ള ഒരു ഗേറ്റ്. നമ്മളൊക്കെ പരിപാടി വെക്കുമ്പോൾ വലിയ വലിയ നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന മഹാന്മാരുടെ പേരിലൊക്കെ നമ്മൾ എന്ത് വെക്കലുണ്ട്? ഗേറ്റ് വെക്കാറുണ്ട് അല്ലേ? അതുപോലെ അപ്പൊ ഷഹാദത്തൈനി എന്ന് പറയുന്നത് ഒരു ഗേറ്റ്. ബാബു സലാത്ത് എന്ന് പറയുന്ന ഒരു ഗേറ്റ്. ബാബു സിയാമി, നരകത്തിന്റെ കയറ്റ. ഇപ്പൊ പറയുന്നത് നരകത്തിന്റെ വിഷയം കഴിഞ്ഞു. നരകത്തിന്റെ വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്, അത് നമ്മൾ അതും കൂടി കൂട്ടിക്കുഴക്കരുത്. ഇതിപ്പോ നമ്മൾ റിൽവാൻ എന്ന് പറയുന്ന മലക്ക് സ്വർഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരാണ്. ഇനി ആ സ്വർഗത്തിന്റെ കാര്യം, ആ മലക്കിന്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. മനസ്സിലായില്ലേ? നരകത്തിനല്ല, പിന്നെ ഇത് സ്വർഗത്തിന് 8 വാതിലുകൾ, മെയിൻ ഗേറ്റുകളുണ്ട്. ഒന്നാമത്തെ ഗേറ്റ് എന്താകുന്നു? ബാബു ഷഹാദത്തൈനിയാണ്. പിന്നെ ഒന്ന് ബാബു സലാത്ത്, ബാബു സിയാമു, ബാബു സക്കാത്ത്, ബാബുൽ ഹജ്ജ്, ബാബുൽ അംറ് ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, ബാബുൽ ഖിബ്ല, ബാബുൽ ജിഹാദ് ഫീ സബീലില്ലാഹ്. കണ്ടാ? ഇങ്ങനെ 8 എണ്ണം. ഒന്നെന്താണ്? ബാബു സലാത്ത് 1, മറ്റൊന്ന് ബാബു സിയാമു 2, ബാബു സക്കാത്ത് 3, ബാബുൽ ഹജ്ജ് 4, ബാബുൽ അംറ് ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്നുള്ളത് 6, 5. പിന്നെ ബാബുൽ ഖിബ്ല എന്നുള്ളത് 6, ബാബുൽ ജിഹാദ് ഫി സബീലില്ലാഹ് 7, 8. ഇങ്ങനെ 8 വാതിലുകളാണ് സ്വർഗത്തിനുള്ളത്. അമിൻ ദാഖലി ആശറത്ത് അബ്വാബ്. അതിന്റെ ഉള്ളിൽ ചെറിയ 10 വാതിലുകളുണ്ട്. അതിന്റെ ഉള്ളില് 10 വാതിലുകളുണ്ട്. ബാബു റയ്യാനുണ്ട് അതിനുള്ളിൽ. പറഞ്ഞില്ലേ, അതുപോലെ ഉള്ളിലൊക്കെ ഉള്ള നോമ്പുകാർക്ക് പ്രത്യേകമായിട്ട് റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടം ഉണ്ടാവും. അതിലൂടെ നോമ്പുകാർ മാത്രം. ബാബു സിയാമു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതേപോലെ ഇരിക്കണം. ബാബു സിയാമു എന്ന് പറയുന്ന മെയിൻ ഗേറ്റ് തന്നെ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ ബാബു സിയാമു എന്നുള്ളത്. അതിന്റെ പേര് തന്നെ ആയിരിക്കണം ഒരു പക്ഷെ ബാബു റയ്യാൻ എന്നുള്ളതും. പിന്നെ അപ്പോ ഇനി എന്താ? ഇതൊക്കെ അടുത്തടുത്ത സ്വർഗങ്ങളാന്നാ. അടുത്തടുത്ത സ്വർഗങ്ങളാണ്. ഈ പറഞ്ഞല്ലോ 8 വലിയ ഗേറ്റുള്ള 8 സ്വർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും മധ്യത്തിലുള്ളതും ഏറ്റവും ശ്രേഷ്ഠമായതും ഈ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള സ്വർഗം, അതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായതും പോരിശയുള്ളതും മധ്യത്തിലുള്ളതുമായ സ്വർഗത്തിന്റെ പേരെന്താ അറിയോ? ഫിർദൌസ്. അതിന്റെ പേരാകുന്നു ഫിർദൌസ് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. പിന്നെ മറ്റൊന്ന് പിന്നെന്താ? എന്താണ്? സഖഫുൽ ജമീ അർഷുർ റഹ്മാനി. എല്ലാത്തിന്റെയും തട്ട് എവിടേക്കാ പോകുന്നത്? എല്ലാത്തിനെ തട്ട് അർഷുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടതാണ്. സ്വർഗത്തിന്റെ തട്ടുകളൊക്കെ അർഷുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടതാകുന്നു. അപ്പൊ ഇതാട്ടെ, അപ്പൊ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും മധ്യത്തിലുള്ളതും ശ്രേഷ്ഠമായതുമായത് അത് ഫിർദൌസ് ആകുന്നു. പിന്നീട് അടുത്തു കിടക്കുന്ന ജന്നത്തുൽ മഅവ. രണ്ടാമത്തത് ജന്നത്തുൽ മഅവയാണ് 2ാം സ്ഥാനത്തുള്ളത്. മൂന്നാമത്തത് ജന്നത്തുൽ ഖുൽദ്, മറ്റൊന്ന് ജന്നത്തുൽ നഈം, മറ്റൊന്ന് ജന്നത്തു അദിൻ, മറ്റൊന്ന് ദാറുസ് സലാം, വേറൊന്നിന്റെ പേര് ദാറുൽ ജലാൽ. ഇങ്ങനെ എത്ര എണ്ണമാകുന്നു? 8 എണ്ണമാകുന്നു സ്വർഗമുള്ളത്. മനസ്സിലായില്ലേ? ഏറ്റവും മധ്യത്തിലുള്ളത് ഫിർദൌസ് ആണ് മനസ്സിലാക്കുക. തൊട്ടടുത്തുള്ളത് ജന്നത്തുൽ മഅവയാണ്, പിന്നീട് ജന്നത്തുൽ ഖുൽദ്, പിന്നീട് ജന്നത്തുൽ നഈം, ജന്നത്തു അദിൻ, ദാറുസ് സലാം, ദാറുൽ ജലാൽ. ഇങ്ങനെ പോകുന്നു.
ഏതലാട്ടെ. ആ സ്വർഗത്തിന്റെ മണ്ണ് എന്താകുന്നു? തുറാബുഹൽ മിസ്കു വസ്സാഫറാനു, അതിന്റെ മണ്ണ് കസ്തൂരിയും എന്താകുന്നു? പിന്നെ ജാഫറാന് കുങ്കുമവുമാകുന്നു. കുങ്കുമത്തിന്റെ വാസനയുള്ളതും കസ്തൂരിയുടെ വാസനയുള്ളതാണ് സ്വർഗത്തിന്റെ മണ്ണ്. വഫീകുല്ലി ഖസ്രി മിന്ന ഫറഉൻ മിൻ ഷജറത്തിൻ തൂബ, ആ സ്വർഗത്തിന്റെ ഓരോ ബംഗ്ലാവുകളിലുമുണ്ട് മരത്തിന്റെ ഒരു ശാഖ ഉണ്ടെന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് ആ മരത്തിന്റെ അടി കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് ആ മരത്തിന്റെ അസല് അടി, അതിന്റെ വേര് കിടക്കുന്നത്. അതിന്റെ ഒരു ചില്ല എവിടെ ഉണ്ടാകും? ആ സ്വർഗത്തിലെ എല്ലാ ബംഗ്ലാവുകളിലും ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല മനുഷ്യൻ ഇച്ഛിച്ചതെല്ലാം അവിടെ നമുക്ക് ലഭിക്കപ്പെടുന്നു. മനുഷ്യൻ ആഗ്രഹിച്ചതൊക്കെ ലഭിക്കപ്പെടുന്നു. അപ്പൊ സ്വർഗത്തിന്റെ അഹലികാർ എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവരെന്ത് പറയും? സുബ്ഹാനക്കല്ലാഹുമ്മ ഖാല സുബ്ഹാനക്കല്ലാഹുമ്മ, സുബ്ഹാനക്കല്ലാഹുമ്മ പറഞ്ഞാൽ വളിയത്ത് ബൈന യദഹി മായിദത്തൻ തൂലുഹാ മീലുൻ വഅർളുഹാ മീലുൻ ഫിഹാ ജമീഉ മാ യശ്തഹൂൻ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനക്കല്ലാഹുമ്മ എന്നുള്ള ഓർഡറാണ്. മനസ്സിലായില്ലേ? ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ സപ്ലയറെ വിളിക്കേണ്ട പരിപാടി ഒന്നും. അവിടെ എന്ത് പറഞ്ഞാൽ മതി? സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് സ്വർഗവാസികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ ഒരുക്കി തയ്യാറാക്കിക്കൊണ്ട് വലിയൊരു സുപ്ര അവരുടെ മുമ്പിൽ ഇതാ വന്നു നിൽക്കുകയായി. 1 മൈൽ നീളത്തിലും 1 മൈൽ വീതിയിലുള്ള പോരെ വേണ്ടുപോലെ തിന്നാ. ആരും പേടിക്കാനുള്ള ബില്ല് എഴുതിയില്ല, ഒന്നുമില്ല, ആർക്കും വിഷമിക്കണ്ട. അപ്പോ 1 മൈൽ നീളത്തിലും 1 മൈൽ അകലത്തിലുമുള്ള വലിയൊരു സുപ്ര അവർ ഇഷ്ടിക്കുന്നതെല്ലാം ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ട് സമൃദ്ധമായ രീതിയിൽ അവരുടെ മുമ്പിൽ ഹാജറാകുന്നു. ഏത്? സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ. തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്ര അങ്ങ് താനെ അങ്ങോട്ട് ഉയർന്നോട്ട് പോകും. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നതിന്റെ ആശയം എന്ന് പറയുന്നത്. എന്ത്? ദഅവാഹും ഫിഹാ സുബ്ഹാനക്കല്ലാഹുമ്മ വതഹിയ്യതുഹും ഫിഹാ സലാമുൻ വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കണ്ടില്ലേ? അവരെ ആ സ്വർഗവാസികളുടെ ദുആകൾ എന്തായിരിക്കും? സുബ്ഹാനക്കല്ലാഹുമ്മയായിരിക്കും. തഹിയ്യത്തും അവരെ പരസ്പര അഭിവാദ്യങ്ങള് സലാമായിരിക്കും. വാഹിറു ദഅവാഹും അവരെ അവസാനം അൽഹംദുലില്ലാഹ് ആയിരിക്കും. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ സൂപ്പർ അങ്ങോട്ട് ഉയർന്നു പോകും. സുബ്ഹാനക്കല്ലാഹ് എന്ന് പറഞ്ഞാല് അതാണ് അവിടുത്തെ കോഡ്. മനസ്സിലായില്ലേ? അല്ലാഹു തആല അതൊക്കെ അനുഗ്രഹിക്കാൻ, അതൊക്കെ ആസ്വദിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ അപ്പം ഫഫീഹാ മാല ഐനു റഅത്ത് വലാ ഉദുനു സമയത്ത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നുക പോലും ചെയ്തിട്ടില്ലാത്ത കണക്കറ്റ അളവറ്റതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവിടെയുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, സ്വർഗത്തിന് 7 വാതിലുകളുണ്ട്. ഒന്ന് അതിനാണ് മിമിന ദഹബി മുറസാത്തും ബിൽ ജവാഹിരി, മാണിക്യം കൊണ്ട് മുത്തുകളെ കൊണ്ട് വെക്കപ്പെട്ടതായിരിക്കുന്ന സ്വർണത്തിനാലുള്ളതായിരിക്കുന്ന വാതിലുകളുണ്ട് 7 എണ്ണം. മക്തൂബുൻ അലൽ ബാബിൽ അവൽ, ഒന്നാമത്തെ വാതിൽമേൽ എഴുതപ്പെട്ടിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു വാതിൽമേൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ആ വാതിൽ ബാബുൽ അംബിയായി വൽ മുർസലീൻ, അത് അംബിയാക്കളുടെയും മുർസലുകളുടെയും വാതിൽ. ശുഹദായി വസ്വാലിഹീൻ, അംബിയ മുർസലുകൾ, ശുഹദാക്കള്, സ്വാലിഹീങ്ങൾ, ഇവരുടെ വാതിലുകളാണ് ഈ പറയപ്പെട്ട വാതിലുകൾ. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എഴുതപ്പെട്ട വാതിലുകൾ. രണ്ടാമത്തെ വാതില് ബാബുൽ മുസല്ലീന ബി കമാലി സലാ, പരിപൂർണമായ നിലക്ക് നിസ്കാരം പൂർണ്ണമായ നിലക്ക് നിസ്കരിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു വാതില്, രണ്ടാമത്തെ വാതില്. കേട്ടില്ലേ? അപ്പൊ ഈ മുഹാഫിദ് അല്ലദീന യുഹാഫിദൂന അലാ സലവാത്തിഹിം എന്നല്ലേ നിസ്കാരത്തിൽ ഈ മുഹാഫിദത്ത് ചെയ്യാന്ന് വെച്ചാല് അതിന്റെ സുന്നത്തും അതിന്റെ ഹൈആത്തും അബുആദും എല്ലാം എടുത്തുകൊണ്ട് പരിപൂർണമായ നിലയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളെന്ന് അവർക്ക് പ്രത്യേകമായിരിക്കുന്ന അവരുടെ പേരിനാൽ അറിയപ്പെടുന്ന ഒരു വാതിൽ തന്നെ സ്വർഗത്തിലുണ്ട്. വൽ ബാബു സാലിസു ബാബുൽ മുസക്കീന ബിതീബി അൻഫുസിഹിം, ഹൃദയ നന്മയോടുകൂടെ നല്ല മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സ് തൃപ്തിപ്പെട്ടുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് മൂന്നാമത്തെ വാതില്. ചില ആളുകൾ കൊടുക്കും ബാധ്യത കഴിക്കാൻ വേണ്ടിയിട്ട്, എല്ലാ ആളുകൾ കാണാൻ വേണ്ടിയിട്ട്, പല രൂപത്തിലുണ്ടല്ലോ കൊടുക്കുന്നതില്. എന്നാൽ തീബിൻ നഫ്സ്, നല്ല റാഹത്താ നിലക്ക്, മനസ്സറിഞ്ഞുകൊണ്ട് റാഹത്താ നിലക്ക് മനസ്സംതൃപ്തിയോടെ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്കുള്ള ഒരു വാതില്. വൽ ബാബുർ റാബിയു ബാബുൽ അംരി ബിൽ മഅറൂഫി വന്നാഹിനൽ മുങ്കരി, ബാബുൽ ആമിരീന ബിൽ മഅറൂഫി വന്നാഹിനൽ മുങ്കരി,
നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വാതില്. ബാബുൽ ഖാമിസു ലിമൻ നഹാ നഫ്സുഹു അനി ഷഹവാത്തി. അഞ്ചാമത്തെ വാതിൽ ആർക്കുള്ളതാണ്? സ്വന്തം ശരീരത്തെ തടീച്ചകളെ തൊട്ടുകൊണ്ട് തടഞ്ഞു നിർത്തി അതിന്റെ എല്ലാ പ്രയാസങ്ങളും സ്വയം സഹിച്ച് തടീച്ചകളിലേക്ക് നീങ്ങാതെ ജീവിച്ച് മരിച്ചവന്. ആറാമത്തെ വാതില് ബാബുൽ ഹുജ്ജാജ് വൽ മുഅ്തമിരീൻ. ഹാജിമാർക്കും ഉംറ ചെയ്തവർക്കുള്ളതാണ്. ഹജ്ജും ഉംറയും ചെയ്ത ആളുകൾക്കുള്ളതാണ് ആറാമത്തെ വാതില്. വൽ ബാബു സാബി, ഏഴാമത്തെ വാതില് ബാബുൽ മുജാഹിദീന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. വൽ ബാബു സാമിന് ബാബുൽ മൂഖിനീന അല്ലദീന യഗ്ളൂന അബ്സാറഹും മിനൽ മഹാരിമി വയഅമലൂനൽ ഖൈറാത്ത് മിൻ ബിറിൽ വാലിദൈനി വസിലത്തിർ റഹ്മി വഗൈരിഹി വഗൈരി ദാലിക. കേട്ടോ, എട്ടാമത്തെ വാതിൽ ആർക്കുള്ളതാണ്? കണ്ണുകൾ ഹറാമിനെ തൊട്ടുകൊണ്ട് തടഞ്ഞു നിർത്തുന്ന ആളുകൾക്ക്. നന്മ ചെയ്യുന്ന മാതാപിതാക്കൾക്കുള്ള ഗുണം ചെയ്യുക, കുടുംബബന്ധം പുലർത്തുക, ആളുകൾക്ക് സദഖാച്ച് തുടങ്ങിയതായിരിക്കുന്ന നന്മ ചെയ്യുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതായിരിക്കുന്ന അതുപോലെ തന്നെ ഹറാമിനെ തൊട്ടുകൊണ്ട് കണ്ണിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഉള്ളതാ വാതിലാകുന്നു എട്ടാമത്തെ വാതില്. അഫിഹ സബ്ഉ ജന്നാത്തിൻ, അത് പറയുന്നുണ്ട് 7 സ്വർഗം ഉണ്ടാവുക. ദാറുൽ ജലാൽ നമ്മൾ പറഞ്ഞല്ലേ എത്തല്. അപ്പൊ അത് ലുഅലുഅത്തിൻ ബൈള, വെളുത്ത മുത്തിനാലുള്ള ഒരു സ്വർഗം. സാനിഹ ദാറുസ്സലാം, രണ്ടാമത്തെ സ്വർഗത്തിന്റെ പേര് ദാറുസ്സലാമാണ്. അത് വഹിയമിൻ യാക്കൂത്തത്തിൻ ഹംറ, ചുവന്ന ഗോമിനെ. യാക്കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാള പദാപ്പ് കിട്ടാത്തത്. യാക്കൂത്ത് എന്ന് പറഞ്ഞാല് മാണിക്യ. യാക്കൂത്ത് എന്ന് പറഞ്ഞാല് മോതിരല്ല, യാക്കൂത്തിനുള്ളതായിരിക്കുന്ന മാണിക്യം അല്ലേ? മാണിക്കാവോ. യാക്കൂത്തിനാലുള്ളതാണ് ഒന്ന്, ഇത് ചുവന്ന മാണിക്യത്തിനാൽ. മൂന്നാമത്തത് ജന്നത്തുൽ മാവയാണ്. വഹിയ മിൻ സുബർജദിൻ ഖളറ, പച്ച ഗോമേതകത്തിനാലാണിത്. പിന്നെ റാബിഹ ജന്നത്തുൽ ഖുൽദി, നാലാമത്തത് ജന്നത്തുൽ ഖുൽദാണ്. വഹിയ മിൻ മർജാനിൻ അസ്വർ, മഞ്ഞ മർജാനെ. അതെന്താ മർജാൻ എന്ന് പറഞ്ഞാ? മർജാൻ കണ്ട് ഈ നമുക്കാകെ ഒരു സ്വർണ്ണം വെള്ളി എനിക്ക് കിട്ടുള്ളൂ, അതിന്റെ അപ്പുറം എനിക്ക് കിട്ടില്ല. പച്ചമരതക അല്ലേ? അതെ, പച്ചമരതകത്തിനാല്. മാഷാ അല്ലാഹ്. ഇവിടെ മഞ്ഞാന്നാ പറയുന്നത് കേട്ടാ. മർജാൻ എന്ന് പറഞ്ഞാലേ മഞ്ഞ. വഹാമിസുഹ, അഞ്ചാമത്തത് ജന്നത്തുൻ നഈമാണ്. വഹിയമിൻ ഫില്ലത്തിൻ ബൈള, വെളുത്ത വെള്ളിയാലാണ്. വസാദിസു, ആറാമത്തെ ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ ഫിർദൗസ് ആണ്. വഹിയമിൻ ദഹബിൻ അഹ്മർ, ചുവന്ന സ്വർണത്തിനാലുള്ളതാണ്. വസാബിഹ ജന്നാത്തു അദിൻ വഹിയമിൻ ദുറത്തിൻ ബൈള, വെളുത്ത മുത്തിനാലുള്ളതാണ്. വമ്മാ ബിനാഹുമാ, സ്വർഗത്തിന്റെ എടുപ്പുകൾ, ഫലബിനത്തും മിൻ ദഹബിൻ, ആ സ്വർണത്തിന്റെ എടുപ്പുകൾ സ്വർണത്തിനാലായിരിക്കുന്ന സ്വർണത്തിനാലുള്ള ഇഷ്ടികയാണ്. സ്വർഗത്തിന്റെ ചുവരുകളൊക്കെ വലബിനത്തും മിൻ ഫില്ലത്തിൻ, വെള്ളിനാലും സ്വർണത്തിനാലായിരിക്കുന്ന ഇഷ്ടികകളാണ് സ്വർഗത്തിലുണ്ടാകുന്നത്. വെള്ളി സ്വർണത്തിന്റെ ഇഷ്ടികകൾ. അതുപോലെ തന്നെ പിന്നെന്താ മറ്റൊന്ന്, അതിന്റെ മിലാത്ത് എന്ന് പറഞ്ഞാലേ ബികസിറിൽ മീമി എന്താ ബൈനൽ ലബനി ഫിൽ ബിനായി വൽ ഹസ ബിൽ മദ്ദി സിഗാറുൽ ഹസ, ചെറിയ കല്ലുകൾ. അതിൽ പരത്തുന്ന കല്ലുകൾ. അതിൽ സ്വർഗത്തിന്റെ അടിയിൽ ഇങ്ങനെ നമ്മള് ജബലി വീടൊക്കെ ഉണ്ടാക്കിയാന്ന് വെച്ചാൽ മുറ്റത്തൊക്കെ എന്ത് ചെയ്യും, നമ്മള് കല്ല് പരത്തുമല്ലോ അല്ലേ? ചെറിയ കല്ല് കൊണ്ടുവന്ന് കേട്ട് നല്ല കാണാനൊക്കെ ചൊറുക്കുള്ള സൈസ് കല്ലൊക്കെ കൊണ്ടുവന്ന് പരത്തും. അത്തരം പിന്നെ ചെറിയ കല്ലുകൾ എന്തായിരിക്കും സ്വർഗത്തിന്റെ? അൽ മിസ്ക്, അത് കസ്തൂരി കൊണ്ടുള്ളതാണ്. വ തുറാബുഹൽ അംബർ, അതിന്റെ മണ്ണ് അംബറിന്റെ വാസനയാണ്. വ സഅഫ്രാൻ, കുങ്കുമത്തിന്റെയും. അങ്ങനെ പറഞ്ഞു പോവാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ വൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ വൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലി വ മസാകിൻ തയ്യിബത്തിൻ ഫി ജന്നാത്തി അദിനിൻ ഖാല. ഈ ആയത്തിനെ പറ്റി റസൂലിനോട് ചോദിച്ചു, മസാകിൻ തയ്യിബത്തിൻ ഫി ജന്നാത്തി അദിനിൻ എന്നുള്ള ആയത്തിന്റെ ആശയം എന്താണ് നബിയാൻ ചോദിച്ചപ്പോൾ ഖാല ഖസ്റും മിൻ ലുഉലുഇൻ ഫി ദാലിക്കൽ ഖസ്റി 70 ദാറൻ മിൻ യാഖൂതത്തിൻ ഹംറാ ഫി കുല്ലി ദാരിൻ 70 ബൈതൻ മിൻ സുമറദത്തിൻ ഖളറാ ഫി കുല്ലി ബൈത്തിൻ സരീറുൻ അലാ കുല്ലി സരീറിൻ 70 ഫിറാശൻ. അല്ലാഹ്, എന്താണ് മസാകിൻ തയ്യിബത്തിൻ ഫി ജന്നാത്തി അദിൻ, ജന്നാത്തി അദിനിൽ നല്ല തയ്യിബത്തായിരിക്കും, നല്ല വീടുകളുണ്ട്. എന്താണ് ആ വീട്ടിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചപ്പോ കാല ഖസ്റും മിൻ ലുഉലുൻ,
മുത്തിനാലുള്ള കോട്ടയാണ്, മുത്തിനാലുള്ള കോട്ട. ഫീ ദാലിക്കൽ ഖസ്രി 70 ദാറൻ, ആ കോട്ടയിൽ 70 മുറികളുണ്ട്. മിൻ യാഖൂത്തത്തിൻ ഹംറ, ചുവന്ന മാണിക്യത്തിനാളായിരിക്കുന്ന 70 വീടുകളാണ് ഇതിലുള്ളത്. ഫീ കുല്ലി ദാരിൻ 70 ബൈത്തൻ, ആ മുറികളിൽ പ്രത്യേകമായി തയ്യാർ ചെയ്യപ്പെട്ട 70 റൂമുകൾ വേറെ 70 റൂമുകളുണ്ട്. ആ റൂമിനുള്ളിൽ തന്നെ അതിന് വേറെ രീതിയിൽ മിൻ സുമർദത്തിൻ ഖുദറ, പച്ച ഗോമേതകത്തിനാൽ നിർമ്മിക്കപ്പെട്ടതായിരിക്കും 70 വീടുകൾ പിന്നെയുമുണ്ട്. ഫീ കുല്ലി ബൈത്തിൻ, ഓരോ ആ മുറിക്കകത്ത് സരീറുൻ, കട്ടിലുണ്ട്. ഓരോ മുറിക്കകത്തും ഓരോ കട്ടിലുണ്ട്. ആ ഓരോ കട്ടിലിന്മേലും 70 ഫിറാശൻ, 70 വിരിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. അലാ കുല്ലി ഫിറാശിൻ സൗജത്തുൻ, ഓരോ വിരിപ്പിന്റെ മേലും സൗജത്തുൻ മിനൽ ഹൂറൽ ഈൻ, സ്വർഗീയ സ്ത്രീകൾ, സൗന്ദര്യവതികളായ സ്വർഗീയ സ്ത്രീകളാപ്പെട്ട ഓരോ സ്ത്രീകളുണ്ടാവും ഓരോ വിരിപ്പിന്മേലും എന്നുള്ളതാണ്. ഫീ കുല്ലി ബൈത്തിൻ 70 മായിദത്തൻ, ഓരോ വീട്ടിലും 70 സുപ്രയുണ്ടാകും. അലാ കുല്ലി മായിദത്തിൻ 70 ലൗനൻ തആമിൻ, ഓരോ സുപ്രയുടെ മേലും 70ഓളം ഇനത്തിൽ നിറങ്ങളുള്ള ഭക്ഷണം ഉണ്ടാവുന്നതാണ്. 70, അതായത് വ്യത്യസ്ത രുചികളും പിന്നെ വ്യത്യസ്തമായ രീതി ആസ്വദിക്കാൻ പറ്റുന്ന 70ഓളം ഭക്ഷണങ്ങൾ ആ ഓരോ സൂപ്പറയിലുണ്ടാകും. ഫീ കുല്ലി ബൈത്തിൻ 70 ഉസയ്യിഫൻ ഉസയ്യിഫ. ഉസയ്യിഫ് എന്ന് പറഞ്ഞാല് പിന്നെ കോമളന്മാരായിരിക്കുന്ന ബാലന്മാരുണ്ടായിരിക്കും. കാല കാബുൽ ഹബാർ, സ്വർഗത്തിലെ വിൽദാൻ എന്ന് പറയുന്നത് അവൾ മനസ്സിലാക്കണം. വിൽദാൻ ഹൂറലീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു താല പ്രത്യേകമായി നിർമ്മിച്ച ഒരു പിന്നെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരെന്നുള്ള പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരെന്നുള്ളതാണ് ആര് എന്ന് പറഞ്ഞാല് പിന്നെ ഇതിലെവിടെ ഒന്ന് കണ്ടല്ലോ. നമ്മളിപ്പോ മലക്കളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിലേ വിശ്വസിക്കേണ്ട വിഭാഗം തന്നെയാണെന്ന് പറഞ്ഞാല് വിൽദാൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് സ്വർഗത്തിലെ. അല്ലേ, നമ്മൾ സൂറത്തിൽ വാക്യൊക്കെ ഓതുമ്പോൾ കണ്ടില്ലേ, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, സ്വർഗീയവാസികളിൽ നിന്നാണ് പിന്നെ ഈ വിൽദാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വിൽദാൻ കുട്ടികൾ, എങ്ങനത്തെ കുട്ടികൾ? ഖൽഖുൻ ജമീലുൻ, പിന്നെ നല്ല സൗന്ദര്യവാന്മാരായിരിക്കുന്ന ഒരു തരം പടപ്പുകളാണ്, കുട്ടികളാണ്. ഫീ സുറൂറൻ ഫീ റുയത്തിഹിം സുറൂർ, അവരെ കാണുന്നതിൽ നമുക്കൊരു സന്തോഷം ഉണ്ടായിരിക്കും. ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. എന്തുകൊണ്ട്? ലിഅൻഹും കല്ലുലുൽ മുഫറഖ്, ഇങ്ങനെ വിട്ട് പിരിച്ചതായിരിക്കുന്ന മുത്തുകളെ പോലെ ഇരിക്കുന്ന കുഞ്ഞുങ്ങള്, കോമള ബാലന്മാര്. വഹും മുറുദുൻ, അവര് കോമള ബാലന്മാരാകുന്നു. ലാ ശഅറ ലഹും അലാ വുജൂഹി, മുഖത്ത് ഇവർക്ക് രോമങ്ങളില്ലാത്ത കോമള ബാലന്മാരാകുന്നു. അലാ സൂറത്തിൽ ഔലാദി ഫി ദുനിയ, ദുന്യാവിലുള്ളതായിരിക്കുന്ന കുട്ടികളുടെ രൂപത്തില്, ദുന്യാവിലെ കുട്ടികളുടെ രൂപത്തിലുള്ള പിന്നെ കോമള ബാലന്മാരാകുന്നു അവര്. ലാ യശ്ബൂൻ, അവർക്കൊരിക്കലും പിന്നെന്താ, ആ കുട്ടികളായി തന്നെ ഉണ്ടാവുള്ളൂ. കുട്ടികളായി തന്നെ ഉണ്ടാവുള്ളൂ. അവരൊരിക്കലും വയസ്സന്മാരാവൂല കേട്ടോ. കുറെ കാലം കഴിയുമ്പോഴേ ഈ കുട്ടികളൊക്കെ വയസ്സന്മാരെ മുമ്പല്ലേ ഒരു 14,000 എന്ന് പറഞ്ഞിട്ട് നമ്മളെ കോഴിക്കോട് ജില്ലയിലൊക്കെ പ്രസംഗിച്ചെടുക്കണേ. ഇന്നിപ്പോ അയാൾക്ക് എത്ര ഉണ്ടാവും? 40, 30, 35, 40 ഒക്കെ ആയിട്ടോ എന്റെ അഭിപ്രായത്തിൽ. വയസ്സാവില്ല. നമ്മള് 14,000, അല്ലെങ്കിൽ നമ്മള് ആഫ്രിക്കയിലെ അത്ഭുത ബാലൻ എന്നറിയാം. ഇപ്പോഴും ബാലൻ എന്ന് പറയാൻ പറ്റുമോ? ഒരു കാലത്തെ ബാലനാവുള്ളൂ. പിന്നെന്തായി തീർന്നത്? യുവാവായി, പിന്നെ വയസ്സാവും. എന്നാൽ ഈ സ്വർഗത്തിലെ കുട്ടികൾക്ക് എന്തില്ല, അങ്ങനെ വയസ്സാവൂല. അവർ വിൽദാന് തന്നെ, അവരൊരിക്കലും വയസ്സന്മാരാവൂല. ലാഷ്ബൂൻ വലുതാലിക്ക് സമ്മൂനെ വിൽദാൻ, അതുകൊണ്ടാണ് അവർക്ക് പേര് തന്നെ വിൽദാൻ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ലാ യഖ്തുറു ബിഖൽബി അഹദിൻ മിന്നും ഫാഹിഷത്തുൻ, അവരിൽപ്പെട്ടതായിരിക്കുന്ന ഒരു കുട്ടിയുടെയും അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു അനാവശ്യമായിരിക്കുന്ന ഒരു വിഷയം അവർ ഹൃദയത്തിൽ തോന്നുക പോലുമില്ല. പിന്നെ അവർക്കെന്തില്ല, അങ്ങനല്ല. ലാ അബലഹും വലാ ഉമ്മ എന്നാ ആ കുട്ടികളെ സംബന്ധിച്ചേ പറയേണ്ടത്. ലാ അബലഹും വലാ ഉമ്മ, അവർക്ക് മാതാപിതാക്കളില്ലാന്നാ. ചെറുപ്പത്തിൽ മരിച്ചു പോകുന്ന കുട്ടിക്കും മാതാപിതാക്കൾ ഉണ്ടല്ലോ. ഈ വിൽദാൻ എന്ന് പറഞ്ഞ അല്ലാഹു തആല പ്രത്യേകമായി സൃഷ്ടിക്കുന്ന ദുനിയാവിലെ കുട്ടികളുടെ രൂപത്തിലുള്ളതായ നല്ല സൗന്ദര്യമാരായിരിക്കുന്ന പിന്നെ കോമള ബാലന്മാർക്കാവുന്ന വിൽദാൻ എന്ന് പറയുന്നത്. അവർക്ക് പിതാവില്ല, മാതാവുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടെന്ന് മനസ്സിലാക്കണം. മലക്കളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിൽദാൻ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ഹൂറലിങ്ങൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ആരാണ് ഹൂറലിങ്ങൾ എന്ന് പറഞ്ഞാൽ? സ്വർഗീയ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നഷ്ഉൻ ഖലഖഹുല്ലാഹു ബിഖുദ്റതി മിൻ നൂർ, അല്ലാഹു തആല അവന്റെ പ്രകാശത്തിനാൽ സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു പ്രത്യേക സ്ത്രീകളാകുന്നു അവര്. ലാ അബലഹുന്ന വലാ ഉമ്മ, കേട്ടോ, അവർക്കൊന്നില്ല, ഈ സ്വർഗീയ സ്ത്രീകൾക്കും മാതാപിതാക്കളില്ല. മലക്കുകൾക്ക് മാത്രമല്ല, ഈ ഹൂറലിങ്ങൾക്കും മാതാപിതാക്കളില്ല.
പിന്നെ ആ സ്വർഗീയ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതാണ് ആര്? സത്യവിശ്വാസികൾക്കാണ് അവർ വിവാഹം കഴിക്കാൻ സാധിക്കുക. ലമ്യത്മിസ്ഹുന്ന ഇൻസും ഖബ്ലുഹും വലാ ജാൻ. അവരതിനു മുമ്പ് ഒരു മനുഷ്യനോ ഒരു ജിന്നോ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അവർ തൊട്ടിട്ട് പോലുമില്ല. വകുല്ലമാ അസാബൂഹുന്ന വജദൂഹുന്ന അബ്കാറാ. അവരെ പ്രാപിക്കുന്തോറും അവര് എന്തായിരുന്നു കന്യകളായിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അവരെന്താവില്ല, ഒരിക്കലും സത്യവിശ്വാസി സ്വർഗീയ സ്ത്രീയുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പോലും പിന്നെ അത് കന്യാകത്വം നഷ്ടപ്പെടുമോ? കന്യത്വം നഷ്ടപ്പെടുന്നില്ല. അവര് എങ്ങനെ തന്നെ എത്തിക്കൊള്ളൂ. എത്ര അവര് പ്രാപിച്ചാലും അവരെന്നും കന്യകകളാണ്, നിത്യ കന്യകളായിക്കൊണ്ടേയിരിക്കും. നിത്യ കന്യകകളാണ് ഈ സ്വർഗീയ സ്ത്രീകൾ എന്ന് പറയുന്നത്. ജമാൽഹുന്ന അജീബുൻ, അവരുടെ ഭംഗി അത്ഭുതകരമാണ്, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കഅന്നഹുന്നൽ യാഖൂത്ത് ഫി സിഫാത്തിഹിന്ന വലുഉലു ഫി ബയാദിഹിന്ന. വെളുപ്പിന്റെ വിഷയത്തിൽ മുത്തുപോലെയും അവരുടെ ഗുണത്തിന്റെ വിഷയത്തിൽ മാണിക്യം പോലെയുമാകുന്നു. യുറാ മുഖു സാഖിഹിന്ന മിൻ വറാഇ ലഹമിഹിന്ന. അവരെ മാംസത്തിന്റെ പിൻഭാഗത്തിലൂടെ അവരെ പിന്നെ തണ്ടങ്കാലിന്റെ അതിന്റെ ഏത് കാണാം? മുഖ്. അതിന്റെ മുഖ് എന്ന് പറഞ്ഞാല് ഞെണുവോ എന്തെങ്കിലും പറയല്? മലയാളം എനിക്കറിയില്ല. നാട്ടിൽ പോകാതെ കൂടെ മലയാളമൊക്കെ മറന്നിക്കണ്. പിന്നെ പോയിട്ട് ഇങ്ങോട്ട് വരികയാണല്ലോ അപ്പൊ നമ്മള്. അപ്പോ മലയാളം അറിയണല്ലോ എന്ന് എഴുതുക. മുഖ് എന്ന് പറഞ്ഞാല് മജ്ജ. അതെ ഇപ്പൊ മനസ്സിലായി, മജ്ജ. ഏതായാലട്ടെ. പിന്നെ കണ്ടോ അവർക്കുള്ള എല്ലുകൾ, അവരുടെ തോലുകളെ സംബന്ധിച്ചും എല്ലുകളെ സംബന്ധിച്ചൊക്കെ പറയുന്നത് എങ്ങനെ അറിയാം? കമാ തുറ ഷറാബുൽ അഹ്മറു മിന സുജാജിൽ അഖ്ലരി. പച്ച ഗ്ലാസ്സിൽ ചുവന്ന പാനീയം ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാകും? പച്ച ഗ്ലാസ്സിൽ ചുവന്ന പാനീയം കാണുന്നത് പോലെയാണെന്നുള്ള അവരെല്ലും അവരുടെ തോലുകളും. വസ്സൗബുൽ അഹ്മറു മിന സുജാജിൽ അബിയലി. വെളുത്ത ഗ്ലാസ്സിൽ ചുവന്ന സാധനം ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാകും? കീശേരിക്കൊന്ന് സങ്കല്പിക്കാൻ സാധിക്കില്ല, ആർക്കും സാധിക്കൂല കീശേരി. അപ്പൊ മക്കിട്ട് കാര്യമില്ല. അള്ളാഹു തആല നമ്മളൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഒക്കെ പച്ച ഗ്ലാസിൽ ചുവന്ന പാനീയം പോലെയും വെളുത്ത ഗ്ലാസിൽ ചുവന്ന വസ്തു അതുപോലെയാണ്. പിന്നെ വലോ അന്ന ഷാറഹു മിൻ ഷുഊരിഹിന്ന തലഅത് ഇലൽ അർളി ലാ അഹ്ലൽ അർളി വഅലൈഹിന്ന 70 ഹുല്ലത്തൻ റഊസുഹുന്ന മുകല്ലലത്തുൻ ബിദുറി. എന്താ അവരാ സ്വർഗീയ സ്ത്രീകളുടെ ഒരു മുടി ഭൂമിയിലേക്കെങ്ങാനും വന്നാൽ ഭൂമി മുഴുവനും പ്രകാശിക്കുന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ലാ അഹ്ലൽ അർളി, ഭൂമി മുഴുവനും പ്രകാശിക്കുന്ന രൂപത്തിലായിരിക്കും അവരുടെ ഒരു മുടി എവിടേക്ക് ഭൂമിയിലേക്ക് വന്നാൽ. വഅലൈഹിന്ന 70 ഹുല്ലത്തൻ, ഇവർക്ക് 70 വസ്ത്രങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടായിരിക്കും. 70 വസ്ത്രങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടായിരിക്കും. റഊസുഹുന്ന മുകല്ലലത്തുൻ ബിദുർരി. മുത്തുകൊണ്ട് എംബ്രോയിഡറിങ് ചെയ്തായിരിക്കുന്ന തലയായിരിക്കും അവർക്കുണ്ടാകുന്നത്. സൈഡിലൊക്കെ മുത്തുകൾ വെച്ച് പിടിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന തലയായിരിക്കും അവർക്കുള്ളത്. മുറസ്സഅത്തുൻ, അതുപോലെ തന്നെ മുറസ്സഅത്തുൻ ബിൽ യാഖൂത്ത് വൽ അഹ്മർ, ചുവന്ന മാണിക്യം കൊണ്ടും. സുമ്മീന ബിൽ ഹൂരിൽ ഈൻ, ഹൂരിൽ ഈൻ എന്ന് പറയുന്ന പേര് വെക്കാൻ കാരണം എന്താണ്? ലഅന്ന അയ്യുനഹുന്ന അശദ്ദു ബയാദ്. കണ്ണാണെങ്കിൽ വെളുവെളുത്ത കണ്ണ്. ഹൂർ എന്ന് പറഞ്ഞാൽ ഹൗറാന്ന് പറഞ്ഞാൽ വെളുത്തത് എന്നാണ്. കണ്ണാണ് വെളുവെളുത്തത്. കണ്ണിന് കറുപ്പാണ്. കറുകറുത്ത കണ്ണിന് കൃഷ്ണമണി കറുത്തതും. പിന്നെ അതിന്റെ കണ്ണിന്റെ വെളുപ്പ് മറ്റു ഭാഗങ്ങള് നല്ല വെളുപ്പുമായിരിക്കും അവർക്കുള്ളത്. ഇതാണ്. അപ്പൊ ഏതായാലും എങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു എന്തുണ്ട് അവിടെ എത്തി പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ മലക്കുകളെ കുറിച്ച് വിശ്വസിക്കുമ്പോഴേ കൂടുതൽ ആരെയും വിശ്വസിക്കണം? വിൽദാനി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്നും ഹൂർലിങ്ങൾ എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കണം. അവരുടെ ചെറിയ രൂപമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ഏകദേശം നമുക്ക് രൂപം പറയാവുന്നുള്ളൂ. ഇതൊന്നും നമ്മൾ അതിന് യാഥാർത്ഥ്യം, ഒരു ശരിക്കുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് അള്ളാഹ് പറഞ്ഞില്ലേ, മാലാ ഐനു റഅത്ത് വല ഉദുനും സമയത്ത്, ഒരു കണ്ണും കാണാത്ത അനുഗ്രഹം, ഒരു ചെവിയും കേൾക്കാത്തതായ ആസ്വദിക്കാനുള്ള സുഖഭോഗങ്ങൾ, അതുപോലെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നാത്ത വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ കൽബിൽ തോന്നാത്ത രീതിയിലുള്ള അത്രക്കും അനിർവചനീയമായ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള, പറയാൻ സാധിക്കാത്ത, ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു അനുഗ്രഹത്തിന് വീടാണ്
സുഖലോക സ്വർഗം. അതെ, അപ്പൊ എന്താണ് 70 വിരിപ്പുണ്ടാവും പറഞ്ഞു. ഓരോ വിരിപ്പിലും ഓരോ ഹൂർലിംഗങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലേ, ഓരോ ഹൂർലിംഗങ്ങളായിരിക്കും ആ വിരിപ്പിലൊക്കെ ഉണ്ടായിത്തീരുക. ഉമാനോട് കാബിൽ ജബ്ബാർ അള്ളഹാൻ പറയുന്നത്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബിയോട് ചോദിച്ച്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു, എന്ത് അൻ അഷ്ജാറിൽ ജന്നത്തി, സ്വർഗത്തിന്റെ മരങ്ങളെ തൊട്ട് ഞാൻ ചോദിച്ചു, സ്വർഗത്തിന്റെ മരങ്ങളെ കുറിച്ച് ചോദിച്ചു. ഫഖാല ലാ തയഅസു അഗ്സാനുഹാ വലാ തതസാഖതു ഔറാഖുഹാ, ആ സ്വർഗത്തിലെ മരങ്ങളുടെ കൊമ്പുകളൊന്നും ഒരിക്കലും ഉണങ്ങിപ്പോവില്ല. ഉണങ്ങിപ്പോകും, നിങ്ങൾ ആരും ബേജാറാണ്ട, അത് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യം. അത് സ്വർഗത്തിലെ കൊമ്പ് എന്നും പച്ചയായിക്കൊണ്ട് നിലനിൽക്കും, അതിന്റെ ഇലകൾ തൊഴിഞ്ഞു പോവുകയുമില്ല. വലാ തതസാഖതു ഔറാഖുഹാ വൈൻ അക്ബർ അഷ്ജാറിൽ ജന്നത്തി, സ്വർഗത്തിൽ ഏറ്റവും ഉയരം കൂടിയതായിരിക്കുന്ന വലിപ്പം കൂടിയതായിരിക്കുന്ന ഒരു മരം, അത് ഷജറത്ത് തൂബ, തൂബ എന്ന് പറയുന്ന ഒരു മരമാണ്. അസ്ലുഹ മിൻ ദുറത്തിൻ, അതിന്റെ വേര് മിൻ ദുറത്തിൻ മുത്തിനാലുള്ളതാണ്. വഗ്സാനു, അതിന്റെ കൊമ്പുകൾ മിൻ സബർജദിൻ, ഗോമേതകത്തിനാലാണ്. ഔറാഖു, അതിന്റെ ഇലകൾ മിൻ സുന്ദസിൻ, പട്ടിനാലുള്ളതാണ്. വാലിയ സബ്ഊന അൽ വഗ്സ്, ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അക്സ അഗ്സാനിഹ മുൽതഹഖുൻ ബിസാഖിൽ അർശി, അതിന്റെ അങ്ങേ അറ്റത്തെ ഈ മരത്തിന്റെ ഏറ്റവും അകലെ കിടക്കുന്ന ഒരു കൊമ്പ് മുൽതഹിഖുൻ ബിസാഖിൽ അർശി, അർശിന്റെ കാലിനോട് ചേർന്ന് കിടക്കും ആ മരത്തിന്റെ ഏറ്റവും ഉയരം കൂടിയതായിരിക്കുന്ന കൊമ്പ്. വദന അഗ്സാനിഹ, അതിന്റെ ഏറ്റവും ചെറിയതായിരിക്കുന്ന കൊമ്പ് ഫിസ്സമാ, ആകാശത്തിലായിരിക്കും. ലൈസ ഫിൽ ജന്നത്തി ഗുറഫുൻ വലാ ഖുബ്ബത്തുൻ ഗുർഫത്തുൻ വലാ ഖുബ്ബത്തുൻ അല്ലാഹു ഫിഹാ ഗുസ്നി യുളല്ലു അലൈഹാ, സ്വർഗ്ഗത്തിൽ ഒരു മുറിയുമില്ല, ഒരു കുബ്ബയുമില്ല. അതിലൊക്കെ എന്തുണ്ടാകും, ഈ ഏത് മുറി എടുത്ത് പരിശോധിച്ചാലും, ഏത് മാളിക എടുത്ത് പരിശോധിച്ചാലും, ഏത് കുബ്ബ എടുത്ത് പരിശോധിച്ചാലും, സ്വർഗ്ഗത്തിൽ ഏതുണ്ടോ അവിടൊക്കെ ഈ മരത്തിന്റെ ചില്ല കാണാൻ പറ്റും. അവിടൊക്കെ തന്നെ ഈ പറയപ്പെട്ട മരത്തിന്റെ ഒരു ചില്ല അവിടൊക്കെ ഉണ്ടാകും. പിന്നെ വഫിഹാ മിന സിമാരി മാ തസ്തഹിൽ അൻഫുസു, സ്വർഗത്തിലുണ്ട്, പഴങ്ങളുണ്ട്, മനുഷ്യൻ ആഗ്രഹിക്കുന്നതായ എല്ലാ തരത്തിലുള്ള പഴങ്ങളുമുണ്ട്. ബഹുമാനപ്പെട്ട അലി കറമല്ലാഹു വജൂഹു തങ്ങൾ പറയുന്നു, അഷ്ജാറുൽ ജന്നത്തി തകൂനു മിൻ ഫില്ലത്തിൻ വൗറാഖുഹാ ബഅലുഹാ മിൻ ഫില്ലത്തിൻ, സ്വർഗത്തിന്റെ മരങ്ങളോട്, സ്വർഗീയ മരങ്ങൾ അത് വെള്ളിയാലുള്ള മരങ്ങളാണ്. അതിന്റെ ഇലകളാണെങ്കിൽ ചില ഇലകൾ നല്ല വെള്ളി കൊണ്ടുള്ള ചില ഇലകള്, സ്വർഗത്തിന്റെ മരങ്ങൾ ചിലത് വെള്ളി കൊണ്ടുള്ളത്. വൈകാന അസ്ലുഹാ മിൻ ഫില്ലത്തിൻ യകൂനു അഗ്സാനുഹാ മിൻ ദഹബിൻ, വേര് വെള്ളി കൊണ്ടാണെങ്കിൽ കൊമ്പ് സ്വർണം കൊണ്ട്. കണ്ടാ, സ്വർഗത്തിലെ മരത്തിന്റെ രൂപമാണ്. സ്വർഗത്തിന്റെ മരത്തിലെ വേര് സ്വർണം കൊണ്ടാണെങ്കിൽ കൊമ്പ് വെള്ളി കൊണ്ട്, വേര് വെള്ളി കൊണ്ടാണെങ്കിൽ കൊമ്പ് സ്വർണം കൊണ്ട്. എങ്ങനെ ഉണ്ടാവും ഒന്ന് രൂപപ്പെടുത്തി നോക്കി. യകൂനു അഗ്സാനുഹാ, പിന്നെ മിൻ ദഹബിൻ വഅഷ്ജാറു ദുനിയ അസ്ലുഹാ ഫിൽ അർളി ഫിൽ ഹവായ്. പിന്നെ വേറൊരു വ്യത്യാസം കൂടിയുണ്ട്. സ്വർഗത്തിലെ മരത്തിന് പ്രത്യേക വേറൊരു വ്യത്യാസം. നമ്മൾ ദുന്യാവിലെ മരത്തിന്റെ രൂപം എങ്ങനെയാണ്, അതിന്റെ വേറെ അടിയിലും അതിന്റെ ഫലങ്ങളൊക്കെ, അതിന് കൊമ്പൊക്കെ മുകൾ ഭാഗത്തും അല്ലേ. നമ്മള് ഈ ഭൂമിയിലെ സ്ഥിതി എന്താണ്, ഭൂമിയിലെ മരങ്ങളുടെ വേരുകളൊക്കെ അടിയുന്നാ വരിക, പിന്നെ കൊമ്പുകൾ മേൽപോട്ട്. എന്നാ സ്വർഗത്തിലെ മരത്തിന് നേരെ എതിരാണ്. എന്താ, സ്വർഗീയ മരങ്ങള് അതിന്റെ വേര് മേൽഭാഗത്തും അതിന്റെ കൊമ്പുകൾ താഴ്ഭാഗത്തുമാണ്. അതിന്റെ പഴങ്ങളൊക്കെ എത്ര അടുത്തടുത്തിരിക്കും. അതായത് ഇപ്പൊ ആർക്കും ചെന്ന് പറിക്കാന്നർത്ഥം. അതിന്റെ കൊമ്പുകൾ താഴ്ഭാഗത്തായിരിക്കും. അതെങ്ങനെ ഉണ്ടാകുന്ന ചോദിക്കണ്ട. സ്വർഗത്തിൽ അള്ളാഹു തആല അങ്ങനെയാണ് അതിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അങ്ങനെ അതിന്റെ നിർമ്മാണം വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതെങ്ങനെ ഉണ്ടാകുന്ന ചോദിക്കണ്ട. വേര് മേൽഭാഗത്ത്, കൊമ്പ് താഴ്ഭാഗത്ത്. ഇന്ന് ദുന്യാവിലുള്ള മരത്തിന് നേരെ ഓപ്പോസിറ്റിലായിട്ട്, നേരെ എതിരിലായിട്ട്. പിന്നെ എന്തുകൊണ്ട് എന്തിനാ ദുന്യാവിൽ അങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ അതിൽ എന്നാ ദാറു തക്ലീഫി, പ്രയാസത്തിന്റെ വീടല്ലേ. അപ്പൊ നമുക്കിപ്പോ ഒരു മരത്തമ്മ പെട്ടെന്നായിട്ട് പിന്നെ ഒരു തെങ്ങിന്റെ മുകളിൽ നിന്ന് തേങ്ങ കിട്ടണമെങ്കിലേ എത്ര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പൊ മശക്കത്തുണ്ടാവും നമുക്ക്. നേരെ മറിച്ചിട്ട് അവിടെ എന്തായിരിക്കും, കൊമ്പ് താഴ്ഭാഗത്തായിരിക്കും, അതിന്റെ വേര് മുകൾ ഭാഗത്തുമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണ്ട, ആളെ തെരഞ്ഞെടുക്കണ്ടല്ല, എല്ലാവർക്കും പോയി പറിക്കുക. ഏത് കുട്ടിക്കും പോയിട്ട് എന്ത് ചെയ്യാ, അതിലുള്ള കായ്ക്കനികൾ പറിച്ച് ഭുജിക്കാവുന്നതാണ്. അതാ ഭൂമിയിലെ മരത്തിന് നേരെ എതിര്.
വലൈസ കദാലിക അസ്ജാറുൽ ജന്ന ഫൈൻ അസ്ലാഫിൽ ഹവായി വഅഗ്സാനുഹാ ഫിൽ അർളി കമാ ഖാല തആല ഖുതൂഫുഹാ ദാനിയത്തുൻ ജസമറതുഹാ ഖരീബത്തുൻ യതനാവലുൽ ഖായിദു വൽ ഖായിമു വൽ മുൽതജു. ഇരിക്കുന്നോനും കിടക്കുന്നോനും നിൽക്കുന്നോനും ഒക്കെ പറിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് സ്വർഗീയ മരങ്ങളുടെ രീതി എന്നാണ് അതിന്റെ ഖുതൂഫുഹാ ദാനിയത്തിന്റെ അർത്ഥമെന്ന് പറയുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നേ, ഇന്ന ഫിൽ ജന്നത്തി ഹൂറൻ യുഖാൽ ഹു ലഅബത്തൻ ഖുലിഖത മിൻ അർബഅത്തിൻ അഷിയായിൻ അൽ മിസ്ക് വൽ കാഫൂർ വൽ അംബർ വൽ സഅഫറാൻ. മിസ്ക്, കസ്തൂരി, കർപ്പൂരകം, അംബർ, അതുപോലെ തന്നെ കുങ്കുമ, ഇതിനാലൊക്കെ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ഹൂറൻ സ്ത്രീകളുണ്ടെന്നാ. വജ്ന തീബുഹാ ബിമായിൽ ഹയാത്തി, അതിന്റെ മണ്ണ് ബിമായിൽ ഹയാത്തി ജമീഉൽ ഹൂറി ലഹാ ഉഷാഖൻ. അതെ, എല്ലാ ഹൂർലീങ്ങളും അതിനിക്കുന്നുണ്ട്. അവരെ സ്നേഹിക്കുന്നതായിരിക്കുന്ന ആളുകളുണ്ട്, അവരെ സ്നേഹിക്കുന്ന താല്പര്യപ്പെടുന്നവരുണ്ട്. വലോ ബസഖത്ത് ഫിൽ ബഹരി, ആ സ്വർഗീയ സ്ത്രീകള് ഹൂർലീങ്ങൾ സമുദ്രത്തിലെങ്ങാനും ഒന്ന് തുപ്പിയാൽ, ഒന്നങ്ങട്ടെ ഈ സമുദ്രത്തിലേക്ക് തുപ്പിയാൽ, ബസഖത്തൻ ഒരു തുപ്പല് തുപ്പിയാൽ, മാവുൽ ബഹരിക്കുല്ലി സമുദ്രത്തിലെ വെള്ളം മുഴുവനും ഉപ്പ് രസമൊക്കെ പോയിട്ട് നല്ല ശുദ്ധമായ വെള്ളമായി മാറും. സ്വർഗീയ സ്ത്രീകളെ ഒന്ന് തുപ്പിയാൽ മതി കടലിലേക്ക്, അതിന്റെ ഉപ്പൊക്കെ പോയി പോകും. മക്തൂബ് നലാ നഹരിഹ, ആ സ്വർഗീയ സ്ത്രീകളുടെ അവരുടെ നെഞ്ചിൽ എഴുതപ്പെട്ടിരിക്കുന്നു, മൻ അഹബ്ബ അൻ യകൂന ലഹു മിസ്ലി ഫൽയഅമൽ ബിതാഅത്തി റബ്ബി. കേട്ടങ്ങള്, ആർക്കെങ്കിലും എന്നെ പോലുള്ള ആളുകൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, മൻ അഹബ്ബ അൻ യകൂന ലഹു മിസ്ലി, എന്നെ പോലുള്ള ആർക്കുന്ന സ്വർഗീയ സ്ത്രീകൾ ആർക്കെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഫൽയഅമൽ ബിതാഅത്തി റബ്ബി, എന്റെ റബ്ബിനിക്ക് ഇബാദത്തുമായി കൊണ്ട് അവര് പ്രവർത്തന നിരതമായിരിക്കട്ടെ. അപ്പോ അവർക്ക് എന്ത് വേണമെങ്കിൽ സ്വർഗീയ സ്ത്രീകൾ ആർക്ക് ആവശ്യമുണ്ടോ, എന്നെ പോലുള്ള സ്ത്രീകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അവന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് ജീവിക്കാനും ഭരിക്കാനും തയ്യാറായിക്കൊള്ളട്ടെ. ഫലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. അതാണ്. അപ്പൊ ഇങ്ങനെ ഉള്ളതായിരിക്കുന്ന സ്വർഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ പേരാകുന്നു ആര്? റിദ്വാൻ അലൈഹിസ്സലാം. മനസ്സിലായില്ലേ? ഈ പറയപ്പെട്ട ഇനി നമ്മൾ ആ വിഷയങ്ങളൊക്കെ അവിടെ അവസാനിപ്പിക്കാൻ നിർത്തുകയാണ്. നേരം 11:30 മണിയായി. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വിഷയമാണ് എടുക്കാനുള്ളത്. തൽക്കാലം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ 4 മലക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ. മലക്കുകളുടെ പേരൊക്കെ തന്നെ എന്താണ്? അന്ന അസ്മാൽ മലായിക്കത്തി, മലക്കുകളുടെ പേരുകൾ മുഴുവനും അനർബി പേരുകളാണ്. 4 മലക്കുകൾ ഒഴിച്ചിട്ടുള്ള മറ്റെല്ലാ മലക്കുകളുടെ പേരുകളൊക്കെ അനർബിയാണ്. ഏതാണ് 4 മലക്കുകൾ? റിദ്വാന്, മാലിക്, നക്കീർ, മുങ്കർ. ഈ 4 മലക്കുകളുടെ പേര് മാത്രമേ അറബിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താകുന്നു? അനർബി പേരുകളാവുന്നു. ഇസ്രാഫീൽ, അസ്രായിൽ എന്നൊക്കെ, ജിബ്രീൽ, ക്രിസ്ത്യാനി ഗബ്രയേൽ എന്ന് പറയും ക്രിസ്ത്യാനികള്. മനസ്സിലായില്ലേ? അങ്ങനെ പല പേരുണ്ട്. അത് അനർബി ഭാഷയാണ്. ഈ 4 പേര് റിദ്വാന്, മാലിക്, മുങ്കർ, നക്കീർ എന്നുള്ളത് 4 പേരുകൾ എന്താകുന്നു? അറബിയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ തൊട്ട് അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവന്റെ സുഖലോക സ്വർഗത്തിൽ അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരോടുകൂടെ അവിടെ കഴിഞ്ഞുകൂടുവാനും അതിന്റെ സർവ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് അള്ളാഹുവിന്റെ ലിഖാവ് ആസ്വദിച്ചുകൊണ്ട് നിർവൃതി അടയുന്നതായ അള്ളാഹുവിന്റെ ദാസന്മാരിൽ നമ്മെയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മെ സഹായിച്ചവരെയും മാതാപിതാക്കളെയും അതുപോലെ നമ്മുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطردا ولا محروما. اللهم انا نعوذ بك من النار وما يقرب اليها من قول وفعل ونية واعتقاد. اللهم انا نسألك الجنة وما يقرب اليها من قول وفعل ونية واعتقاد. اللهم انا نسألك ما سألك به نبيك سيدنا محمد صلى الله عليه وسلم ونستعيذ بك مما استعاذك منه سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلق سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. ദുആ വസിയത്തോടെ ഇന്ന് എൻ്റെ അമ്മായിമ്മ